ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആദ്യം തന്നെ നിങ്ങളോടങ്ങ് പറയാം. അതിന്റെ പോയിന്റുകൾ ആദ്യം തന്നെ പറയാം. ചിലപ്പോൾ പ്രസംഗിച്ച് തീർന്നില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് ലഭിക്കപ്പെടാതെ. യോനായെ കുറിച്ച് 4 വിധമാണ് നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കാൻ പോകുന്നത്. 4 വിധത്തിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ, ജീവിതത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോകും. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിലെ 32ാമത്തെ പുസ്തകമാണ് യോനായുടെ. 4 അധ്യായങ്ങൾ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. 48 വാക്യങ്ങളാൽ എഴുതപ്പെട്ട പുസ്തകമാണ് യോനായുടെ പുസ്തകം. 4 അധ്യായങ്ങൾ കൂടി ചേർത്ത് 48 വാക്യങ്ങളെ അതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ വളരെ ചുരുക്ക നിലയിൽ പരാമർശിച്ചിരിക്കുന്ന പുസ്തകമാണെങ്കിൽ പോലും വലിയ ആത്മീയ പാഠങ്ങൾ അതിൻ്റെ അകത്ത് പഠിക്കാൻ. അതിനോടനുബന്ധിച്ച് യോനായോടുള്ള ബന്ധത്തിൽ 4 കാര്യങ്ങൾ നമ്മൾ വേഗത്തിൽ ധ്യാനിക്കാൻ പോകുന്നു. ഒന്ന്, ഉറങ്ങുന്ന യോന. യോനയുടെ ഒന്നാമത്തെ ഒരു സ്വഭാവം ഉറങ്ങുന്ന യോന. 2, പ്രാർത്ഥിക്കുന്ന യോന. 1, ഉറങ്ങുന്ന യോന. 2, പ്രാർത്ഥിക്കുന്ന യോന. 3, പ്രസംഗിക്കുന്ന യോന. 3, പ്രസംഗിക്കുന്ന യോന. 4, പിറുപിറുക്കുന്ന. ചിരിക്കുന്നത് അങ്ങനെ 4 കാര്യം. 1, ഉറങ്ങുന്ന യോന. 2, പ്രാർത്ഥിക്കുന്ന യോന. 3, പ്രസംഗിക്കുന്ന യോന. 4, പിറുപിറുക്കുന്ന യോന. നോഹയുടെ പ്രളയകാലത്തിന് ശേഷം അശൂർ എന്ന വ്യക്തിയിലൂടെയാണ് നിനവയെ വീണ്ടും എന്താ പറയാ, അതിന്റെ ഒരു പുനരാഗമനം എന്ന് പറയുന്നത്, അല്ലെ പുനർനിർമ്മാണം എന്നൊക്കെ പറയും. നിനവയെ കഴിഞ്ഞു നീന എന്ന് പറയുന്ന ഒരു പാലക ദേവതയുടെ നാമത്തിൽ നിന്നാണ് നിനവെ എന്ന പേര് എന്ത് ചെയ്തത് വന്നതെന്ന് ചരിത്രകാരന്മാർ പറയും. ഈ നിനവയെ കുറിച്ച് ശക്തമായ നിലയിൽ ഒരു ദൈവികമാകുന്ന പ്രസംഗം നിനവെ പട്ടണക്കാരോട് വിളിച്ചു പറയാൻ ദൈവം യോനയെ പരമേൽപ്പിക്കുന്നതാണ് ഈ ചരിത്ര ഭാഗത്തിന്റെ തുടക്കം. നിനവെ പട്ടണത്തെ ഞാൻ സന്ദർശിച്ച് ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കും. ഈ വിവരം നീ നിനവയെ ധരിപ്പിക്കണം. ഇതാണ് യോനയുടെ മേൽ ദൈവം കൊടുത്തൊരു കർത്തൃത്വം, അല്ലെ കർത്തവ്യം. അവിടെയാണ് യോനായുടെ പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത്. ഒന്ന് വായിച്ചാട്ടെ. യോന 1:1 വായിച്ചു. സ്തോത്രം. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കണം. അടുത്തത്, അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിലെത്തി. മതി. സ്വതന്ത്രം. ശ്രദ്ധിച്ചു കേട്ടെ. നിനവ എന്ന് പറയുന്ന മഹാനഗരമാകുന്ന പട്ടണത്തിലെ ദുഷ്ടത എന്റെ സന്നിധിയിലെത്തി. എന്റെ സന്നിധിയിൽ എത്തി. ആയതിനാൽ അവർക്ക് വിരോധമായി നീ പ്രസംഗിക്കണം.
മഹാനഗരമായ നിലം പാലക ദേവതയുടെ നാമത്താൽ അശൂരിലൂടെ കഴിപ്പിച്ച നിലമാണ്. അവിടെ ചെന്ന് നീ പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കണം? അവർക്കെതിരെ നിന്ന് പ്രസംഗിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ന്യായവിധി ഈ പട്ടണത്തിലേക്ക് ദൈവം അയക്കും. ദൈവിക സന്ദർശനത്തിന്റെ കരം ഈ പട്ടണത്തിലേക്ക് വെളിപ്പെടും. ഇതാണ് വിരോധമായി പ്രസംഗിക്കാനുള്ള വിഷയം. സ്തോത്രം. ഇത് കേട്ടപ്പോൾ തന്നെ യോന ഭയപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇത് കേട്ടപ്പോ തന്നെ യോന ഭയപ്പെടുവാനിടയായി തീർന്നു. എന്താ കാര്യം എന്നറിയാമോ? നല്ല ദൂതൊക്കെ പറയാൻ വിടുകയായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു, പോയി ദൂതൊക്കെ പറഞ്ഞ അല്ലേ? നീ നിനവേ ചെന്ന് പറയണം, ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും വലിയ ഐശ്വര്യം ദൈവം തരാൻ പോകുന്നു എന്ന് പറയാൻ പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി ഓടിച്ചാടി പോയി പറഞ്ഞേനെ ദൂത്. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല, ദൂത് പറയുന്നവർക്കല്ലേ അത് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടേ ദൈവമക്കളെ. അപ്പോ ഈ നല്ല ദൂതുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോയി പറയും. യോനയ്ക്ക് ഇത് പറയാൻ പേടി, കാരണം വലിയ നഗരമാ. ഈ ദൂത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള ചിന്താഗതിയൊക്കെ യോനെ ഭരിച്ചു കാണും. സ്തോത്രം. ഈ സമയത്താണ് ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ ഏലിയാവിനെ ഓർത്തുപോയത്. ഞാൻ ഏലിയാവിനെ ആ സമയത്ത് പെട്ടെന്ന് ഓർത്തു. കാരണം പ്രവാചകന്മാരുടെ തല ദേശത്ത് കിടന്ന് ഉരുളുകൊണ്ടിരിക്കുന്ന സമയം, വിധവമാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ദൈവത്തിന്റെ പ്രവാചകനാണെന്നറിഞ്ഞാൽ വാളെടുത്ത് വെട്ടുന്ന സമയം. സ്തോത്രം. ആ രാജ്യത്തിന്റെ പടിവാതിക്കൽ പോലും കയറിച്ചെല്ലാം ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ രാജാവിന്റെ മുമ്പിൽ വന്ന് നിന്ന് രാജാവിനോട് കാര്യങ്ങളെ വിളിച്ചു പറയാൻ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗം ലഭിക്കപ്പെട്ട ഏലിയാ പ്രവാചകൻ രാജാവിന്റെ മുമ്പിൽ ചെന്നിട്ടൊരു ദൂത് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടല്ല ഈ ആണ്ട് മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. സ്തോത്രം. അത് കേട്ടപ്പോ തന്നെ രാജാവിനൊരു കാര്യം മനസ്സിലായെന്ന ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒറ്റ ദൂതിൽ എന്തോ കോൺഫിഡൻസ് ആണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല എന്ന് തീർത്താ പറഞ്ഞേ. ചിലപ്പോ ഉണ്ടാകത്തില്ലായിരിക്കും, ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. ഇങ്ങനൊന്നും അല്ല ആത്മാവ് പറഞ്ഞത്, ഉണ്ടാകത്തില്ലെന്നാ പറഞ്ഞേ. നോക്കി ഏലിയാവ് നിന്ന ആ ഒരു സമയം നിങ്ങളൊന്ന് ആലോചിച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വേറൊരു കാര്യം, ഇത് ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ചിലരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു ധൈര്യമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അവർക്ക് വ്യക്തിപരമായി അവരിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ധൈര്യം ഉണ്ടാവും. സ്തോത്രം. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ധൈര്യത്തെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, അല്ലാതെ അവർക്ക് വ്യക്തിപരമായ ഒരു ധൈര്യം ഉണ്ടാവും. ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ, എത്ര കാറ്റടിച്ചാലും അവര് പത്രത്തിൽ. സ്തോത്രം. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവൊന്നും അവരകത്തില്ല, പക്ഷെ നല്ല തന്റേടവാ, നല്ല ധൈര്യവാ, നല്ല ഉറപ്പാ, അല്ലേ? അങ്ങനെയുള്ളവരുണ്ട്. അതാ ഞാൻ പറഞ്ഞു വന്നു. പരിശുദ്ധാത്മാവ് അവർ കാണത്തില്ല, പക്ഷെ അവർക്ക് നല്ല
ധൈര്യമുള്ളവൻ, അങ്ങനെയുള്ളവരെയൊക്കെ അറിയാം. അതായത് ഞാൻ പറഞ്ഞു. അപ്പോൾ മടങ്ങി വരുന്നു. മഹാനഗരമാകുന്ന നിനവയെ കുറിച്ച് എതിരെ പ്രസംഗിക്കണമെന്ന് ദൈവത്തിന്റെ ഇടപെടി യോനയോടുണ്ടായപ്പോൾ യോന ആദ്യം ചെയ്തത്, അതാ നമ്മൾ വായിച്ചത്, ഒരു ഉറങ്ങുന്ന യോനയായി മാറി. ഉറങ്ങുന്ന യോന. യോന ഉറക്കത്തിലേക്ക് പോകാൻ കാരണം എന്താണെന്നറിയാമോ? അവന്റെ ഉള്ളിലെ ഭയമാണ്. ഉള്ളിലെ ഭയമാണ് അവനെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോയത്. എന്ന് പറഞ്ഞാൽ ഉള്ളിലെ ഭയമുള്ളത് കൊണ്ടാണ് അവൻ അവിടെ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ തീരുമാനിച്ചത്. ഉള്ളിലെ ഭയം കൊണ്ടാണ് അവൻ തർശീശിലേക്ക് പോകുന്ന കപ്പലിൽ എന്ത് ചെയ്തത്? കയറിയത്. ഉള്ളിലെ ഭയം കൊണ്ടാണ് ആരും കാണാത്ത കപ്പലിന്റെ അടിത്തട്ടിൽ അവൻ പോയി ഒളിച്ചത്. ഉള്ളിലെ ഭയം കൊണ്ടാണ് അവൻ അവിടെ കിടന്ന് ഉറങ്ങിയത്. വായിച്ചേ 1:5. കപ്പൽക്കാർ ഭയപ്പെട്ടു ഓരോരുത്തൻ താം താന്റെ ദേവനോട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എറിഞ്ഞു കളഞ്ഞു. അടുത്ത യോനായോ കപ്പലിന്റെ അടിത്തട്ടിൽ ഉറങ്ങി കിടന്നു. മതി. മനസ്സിലായോ? ദൈവത്തിന്റെ ഹിതത്തിനു വിപരീതമായി ഉൾഭയത്താൽ താൻ തിരിഞ്ഞു മറ്റൊരു ദേശത്തേക്ക് ഒളിച്ചോടുന്ന സമയത്ത് ശക്തമായ പ്രതികൂലത്തിന്റെ ഒരു കാറ്റ് അവൻ പോകുന്ന യാത്രാമധ്യത്തിൽ സർവശക്തനാകുന്ന ദൈവം അയച്ചു. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ശക്തമായ പ്രതികൂലത്തിന്റെ കാറ്റ് അയച്ചു. തിരമാലകളൊക്കെ വളരെ ഭയാനകമാകുന്ന നിലയിൽ കപ്പലിന്റെ മുക്കിക്കടയത്തക്കവണ്ണ നിലയിൽ തിരകൾ ഉയരാൻ തുടങ്ങി. കപ്പലിൽ ഉണ്ടായിരുന്ന നന്മകളെല്ലാം വലിച്ചെറിയേണ്ടി വന്നു. ഇന്നു പകൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ചു പോയില്ലെങ്കിൽ ഉള്ള നന്മ കൂടി ഇല്ലാണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചു കേട്ടേ ദൈവമക്കളെ. ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല. ഒറ്റ ഒരുത്തനെ ഉള്ളൂ അതിനകത്ത് പ്രശ്നം. ഒറ്റ ഒരുത്തം മതി ഒരു കപ്പല് മുഴുവൻ തകർന്നു. നിങ്ങൾ എന്നെ മിണ്ടാത്ത? നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുന്നതാണോ? ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് നിൽക്കാത്ത, പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്ത, ദൈവമായിട്ട് ബന്ധമില്ലാത്ത, ദൈവത്തിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്ന ഒരു യോന ഉണ്ടെങ്കിൽ ആ കുടുംബം നഴിക്കും. സ്തോത്രം. എന്നാ മറുവശത്തൊരു ദൂത് പറയട്ടെ. മറുവശത്തൊരു ദൂത് ഞാൻ പറയട്ടെ. പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസ് കപ്പലിന്റെ അകത്തുണ്ടെങ്കിൽ, ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരു പൗലോസ് കപ്പലിന്റെ അകത്തുണ്ടെങ്കിൽ, 14 ദിവസം സൂര്യനെ കണ്ടില്ലെങ്കിലും, 14 ദിവസം കര കണ്ടില്ലെങ്കിലും, ഹല്ലേലൂയ, തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായാലും, മരണത്തെ മുഖാമുഖം കാണേണ്ട അവസ്ഥ ഉണ്ടായാലും, പ്രാർത്ഥിക്കുന്ന ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരു പൗലോസ് കപ്പലിന്റെ അകത്തുണ്ടെങ്കിൽ, കപ്പല് തകർന്നു പോയാലും അവൻ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവന്റെ കൂടെ ഉള്ളവരെ വരെ രക്ഷിക്കപ്പെട്ട ഒരാത്മീയ പ്രയോഗം അവന്റെ മേൽ.
ഇന്നവരെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നീ ഏത് ഗണത്തിൽപ്പെടും? നീ യോനയുടെ ഗണത്തിൽപ്പെടുമോ? അവിടുത്തെ പൗലോസിന്റെ ഗണത്തിൽപ്പെടുമോ? യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ മക്കളുടെ യാത്രയ്ക്ക് വിരോധമായി, നിന്റെ ഭരണത്തിന് വിരോധമായി പ്രതികൂല ശക്തിയെ ഉണ്ടാക്കിയാലും ഞാൻ പറയുന്നു, ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കാതെ, ദൈവഹിതത്തിനനുസരിച്ച് പോകാത്ത ഒരു യോന ഉണ്ടെങ്കിൽ അത് കപ്പലിന് മുഴുവൻ പ്രയാസം ഉണ്ടാക്കും, യേശുവിന്റെ നാമത്തിൽ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. ഉറങ്ങുന്ന യോന, അതാണല്ലോ നമ്മൾ എടുത്തത് ഒന്നാമത്, ഉറങ്ങുന്ന യോന. ഈ ഉറക്കം എന്തിനാ കാണിക്കുന്നത്? ആത്മീയ അർത്ഥം എന്താണെന്നറിയാമോ? ഉറക്കം, ഉറക്കത്തിന്റെ ആത്മീയ അർത്ഥം എന്താ? അലസതയുണ്ട്, പിന്മാറ്റമുണ്ട്. ഈ ഉറക്കത്തെ ആത്മീയ അർത്ഥം കാണിക്കുന്നത് പിന്മാറ്റം, അലസത, മടി, ഇതിനെയൊക്കെയാ കാണിക്കുന്നത്. ഒരാത്മീയ അർത്ഥത്തിലേക്ക് വരുമ്പോ പിന്മാറ്റത്തെയാ കാണിക്കുന്നത്. പിന്മാറ്റം. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് പോകേണ്ട യോന ഇപ്പൊ പിന്മാറി നിൽക്കുക. അതിന്റെ ലക്ഷണമാണ് ഉറങ്ങുന്ന യോന. പ്രസംഗിക്കുമ്പോ ഒരു പുള്ളി ഉറങ്ങി. പൗലോസ് പ്രസംഗിച്ചോണ്ടിരുന്നപ്പോ ഒരു പുള്ളി ഉറങ്ങി. പിന്നെ കിടന്ന് പതക്കോന്ന് പറയുന്നൊരു ശബ്ദമാണ്. ഉറങ്ങുന്ന വഴിക്ക് താഴെ പോയി, ജീവൻ പോയി. പക്ഷെ അപ്പോസ്തലൻ അധികാരമുള്ളവനായതുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോ ദൈവമഹത്വം വെളിപ്പെട്ടു. അപ്പൊ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? ഉറങ്ങും. പ്രാർത്ഥിക്കാൻ നേരത്തും എന്ത് ചെയ്യും? ഉറങ്ങും. TV കാണുമ്പോ എന്ത് ചെയ്യത്തില്ല? ഉറങ്ങത്തില്ല. ഞാനിപ്പോ കുറെ നാളായിട്ട് ഈ വളരെ സീരിയസ് ആയിട്ടാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടാ ദൈവവചനം പ്രസംഗിക്കുന്നത്. അങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാര്യങ്ങളൊന്നും പറയത്തില്ല. വളരെ സീരിയസ് ആയിട്ട്. അപ്പൊ ശ്രദ്ധിച്ചറിയോ മക്കളെ, പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഉറങ്ങിയവൻ താഴെ പോയി, അവൻ മരിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു, അവന് ജീവൻ വന്നു. ഇപ്പൊ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഉറങ്ങും. സ്തോത്രം. ചില ചർച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഞാനാണെങ്കിൽ ഈ പാരമ്പര്യ ചർച്ച്, സ്തോത്രം, പാരമ്പര്യ ചർച്ച്, എല്ലാ ചർച്ചും അല്ല, ചില പാരമ്പര്യ ചർച്ചുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പുറകിലിരുന്ന് ഉറങ്ങുന്ന കാണാം. പുറകിലിരുന്ന് ഞാൻ ഇച്ചിരി ശബ്ദത്തിൽ അല്ലായിരിക്കും പറയുന്ന ഈ മറ്റേ ഈ പട്ടിയൊക്കെ എന്താ വെള്ളത്തിൽ വീണിട്ട് ഇങ്ങനെ കുടഞ്ഞെഴുന്നേൽ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ കുടഞ്ഞു വരുന്നതാണ്. ഇങ്ങനെ കുടഞ്ഞു. പക്ഷെ ഒരു പുതിയ വിശ്വാസികളൊക്കെ ചേർന്ന് നിൽക്കുന്ന സഭയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രസംഗിച്ച് മടുപ്പ് വരും. പ്രസംഗിച്ച് മടുപ്പ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രസംഗിച്ചാലും തീരത്തില്ലത്. ഇവരിങ്ങനെ പ്രാപിക്കാനിരിക്കുക. നമ്മൾ പ്രസംഗിച്ച് 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 നമ്മുടെ ശരീരത്തില് വെള്ളം. കാരണം അവരെത്ര നേരം ഇരിക്കാൻ തയ്യാറാണ്. അവരെത്ര നേരം ദൈവസന്നിധിയിൽ ഇരിക്കാനും തയ്യാറാണ്. ഞാനിത് കേട്ടറിവല്ല പറയുന്നത്, ഞാൻ എന്റെ ശുശ്രൂഷയിലുള്ള അനുഭവം. ഹല്ലേലൂയ. പല പാരമ്പര്യ ചർച്ചകളിൽ ഞാൻ ശുശ്രൂഷിക്കാൻ പോകുമ്പോ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പലർക്കും ദൈവവചനത്തെ അതിനൊത്തവണ്ണം സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഇരുന്ന് ഉറങ്ങായിരുന്നു. അന്ന് ഈ ഉറങ്ങുന്ന പുള്ളികളൊക്കെ അന്ന് പൊതുയോഗം കാണും. അന്ന് പൊതുയോഗം ഉണ്ടെന്നങ്ങ് വെക്ക്.
ആ പൊതുയോഗത്തിന് ഉറക്കം ഏത് വഴിക്ക് പോയെന്ന് അറിയത്തില്ല. മുമ്പേ വരെ ഉറക്കം തൂങ്ങി കൈയൊക്കെ തളർന്നു കിടന്ന പുള്ളി പൊതുയോഗം വന്നപ്പോ കസാര എടുത്തോണ്ട് നിൽക്കുക അടിക്കാൻ. സ്തോത്രം. എനിക്കറിയത്തില്ല ഈ റിവൈവൽ എവിടുന്നാ വന്നത്. ഈ ആത്മീയ ശുശ്രൂഷകളിൽ അത് കാണാന്. സച്ചു എന്നെ നോക്കി, ഞാനല്ലേ പ്രസംഗിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഒരുവൻ ഉറങ്ങി, അവൻ മരിച്ചു താഴെ വീണു. ഞാനൊരു ആത്മീയ അർത്ഥം പറയാം. ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഉണർന്ന് പ്രാപിച്ചില്ലെങ്കിൽ നിന്റെ ആത്മീയ ജീവനുണ്ടല്ലോ മരിച്ചോണ്ടിരിക്കുക. അകത്തലങ്ങളിൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുക. പുറമേയുള്ള മനുഷ്യന് ജീവിക്കാൻ അത് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതായത് കൊണ്ട് മണ്ണിനുള്ളത് വേണം പുറമേയുള്ള മനുഷ്യന് നിൽക്കണമെങ്കിൽ. എന്നാൽ അകത്തു ദൈവം പകർന്ന മനുഷ്യൻ ഉയരത്തിൽ നിന്നുള്ള മനുഷ്യനായതുകൊണ്ട് അകത്തെ മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് കിട്ടണം. എങ്കിൽ മാത്രമേ ആ മനുഷ്യന് നിൽക്കാൻ പറ്റൂ. അത് പ്രാപിക്കേണ്ട പോലെ പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കുറെ ഉപദേശങ്ങളൊക്കെ കൂടുതലായിരിക്കും കേട്ടോ. കാരണം പ്രാർത്ഥനാ മുറി ദൈവാത്മാവ് ആ നിലയിലാ വന്നേ. ചില ഉപദേശങ്ങളൊക്കെ ഇന്ന് കൂടുതലായിരിക്കും. സാരമില്ല, ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ദൈവാത്മാവ് തന്നെയല്ലേ. ഒരിക്കൽ യേശുക്രിസ്തു തന്റെ പല പ്രാർത്ഥനകളിലും കൊണ്ടുപോകുന്ന 3 പേരെ വിളിച്ചു. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും 3 പേരെ വിളിച്ചു. 3 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് യേശുക്രിസ്തു ഒരു കല്ലേറെ ദൂരം പോയിരുന്ന് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. യേശുക്രിസ്തു അവിടെ ചോര നീരാക്കിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് പ്രാർത്ഥന കഴിഞ്ഞ് 1-ാം പ്രാവശ്യം മടങ്ങി വന്നപ്പോൾ 3 പേരും നല്ല ഉറക്കം. സ്തോത്രം. അല്ലാത്ത സമയത്തിൽ അത്രേ സ്നേഹമില്ല. പക്ഷെ ഉറങ്ങുന്ന സമയത്ത് വളരെ സ്നേഹത്തോടെ ഉറങ്ങും. ഭയങ്കര ഉറക്കമാണ്. യേശുക്രിസ്തു വിളിച്ചു, കണ്ണൊക്കെ തിരുമ്മി ചാടി എഴുന്നേറ്റു. അത് കഴിഞ്ഞ് പറഞ്ഞു ഉണർന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയിട്ട് വീണ്ടും തിരിച്ചു വന്നപ്പോ ഇതേ ശൈലി ഉറക്കം. യേശുക്രിസ്തു വീണ്ടും പോയിട്ട് വീണ്ടും വന്നു 3-ാം പ്രാവശ്യം. 3-ാം പ്രാവശ്യം വന്നപ്പോ കർത്താവ് വിളിച്ചില്ല. 2 പ്രാവശ്യം കർത്താവ് വിളിച്ചു. 3-ാം പ്രാവശ്യത്തിൽ കർത്താവ് എന്ത് ചെയ്തില്ല? വിളിച്ചില്ല. കാരണം കർത്താവിന് വിളിക്കാനും നേരം കിട്ടിയില്ല. കാരണം 3-ാം പ്രാവശ്യം കർത്താവ് ഇറങ്ങി വന്നപ്പോൾ സ്വീകരിക്കാൻ കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം യേശുക്രിസ്തുവും സ്വീകരിക്കാൻ വന്നവരും തമ്മിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പത്രോസൊക്കെ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്നപ്പോ നോക്കിയപ്പോ കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലാണ് പത്രോസ് കാണുന്ന കാഴ്ച. ഉടനെ ഓടി വന്നു ഉറയിൽ നിന്ന് എടുത്തിട്ട് ചെവി എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. പത്രോസെ, മോനെ നീ ചെയ്തത് നന്നായെന്നല്ല ക്രിസ്തു പറഞ്ഞത്. പത്രോസെ, ഉറയിലിട്, വാളെടുക്കുന്നവൻ വാളാൻ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്നാ? 3-3.5 വർഷത്തോളം അടുത്ത് കർത്താവിന്റെ കൂടെ നടന്ന് ദൈവപുത്രൻ ഏൽപ്പിക്കപ്പെടും, ദൈവപുത്രൻ പിടിക്കപ്പെടും, ദൈവപുത്രനെ ഉപദ്രവിക്കും, ദൈവപുത്രനെ ക്രൂശിക്കും, ദൈവപുത്രനെ അടക്കം ചെയ്യും, ദൈവപുത്രൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് 1 പ്രാവശ്യമല്ല പല പ്രാവശ്യം കേട്ട് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള വ്യക്തമായ അറിവ് അകത്തുള്ളവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോ ഇതെല്ലാം മറന്നുപോയെന്ന് പറഞ്ഞ മനസ്സിലായോ?
ദൈവികമാകുന്ന പ്രകാശങ്ങളെ ഇല്ലാതാക്കുന്ന, ദൈവികമാകുന്ന കാഴ്ചപ്പാടിനെ ഇല്ലാതാക്കുന്ന, ദൈവഹിതത്തിന് വിരോധമായി സഞ്ചരിപ്പിക്കുന്ന ചില പിന്മാറ്റത്തിന്റെ അനുഭവങ്ങൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ വിട്ടു മടങ്ങി വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ഒരു ആരാധന ഇന്ന് വിളിച്ചു പറയുമ്പോൾ അതെന്താണെന്ന് ഉറപ്പുള്ളത് സമർപ്പിക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലത്ത് ഒന്ന് മടങ്ങി വരാൻ തയ്യാറാകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മനസ്സിലായോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിലെ ദൈവഹിതത്തിനു വിരോധമായി നിന്നെ പിന്മാറ്റത്തിലേക്ക് നയിക്കുന്ന, പിശാചാകുന്നവൻ ഒരുക്കുന്ന, ജഡമാകുന്നവൻ ഒരുക്കുന്ന ചില ഉറക്കങ്ങൾ ഇന്നു പകൽ നിർത്തണം. നിന്റെ പ്രാർത്ഥന ഇല്ലാതാക്കുന്ന, നിന്റെ ആരാധന ഇല്ലാതാക്കുന്ന, ദൈവഹിതത്തിനൊത്തവണ്ണം നിന്നെ മുൻപോട്ട് കൊണ്ടുപോകാത്ത, ദൈവഹിതത്തിനനുസരിച്ച് നിന്നെ നയിക്കാത്ത, നടത്താത്ത ചില പിന്മാറ്റത്തിന്റെ സ്വാധീനങ്ങൾ, പ്രവണതകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഇതിന്റെ അകത്തളങ്ങളിൽ അത് തകർന്നു മാറി ഒന്ന് മടങ്ങി വരാൻ തയ്യാറാകണം. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ആത്മാവിനോട് പറയുന്നു, ഇന്ന് ചിലരുടെ പിന്മാറ്റ രീതികൾ മാറണം, പിന്മാറ്റ രീതികൾ മാറണം. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഇനിയും നീ പിന്മാറി നടന്നാൽ ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെടും. ഇനിയും പിന്മാറ്റത്തിലൂടെ കടന്നുപോയാൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, നിനക്കെതിരെ ദൈവം കാറ്റ് വീശും കേട്ടോ. അല്ലെങ്കിൽ നീ സഞ്ചരിക്കുന്ന ഇടം പ്രതികൂലമാകും കേട്ടോ. നീ മുൻപോട്ട് പോകുന്ന ഇടങ്ങൾ പ്രതികൂലമായി മാറും കേട്ടോ. ഇന്ന് വൈകാലം ഒരു മടങ്ങി വരവിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നോട് ഇന്നു മകൻ ഇടപെടുകയാ. ചിലരെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, ചിലരെ കുറിച്ച് ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ ദൈവം ചില പദ്ധതികൾക്ക് വേണ്ടി, ദൈവം ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് നിന്നെ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനൊത്തവണ്ണം പോകാതെ വണ്ണം തിരിഞ്ഞു നടക്കുന്ന നിന്റെ ജീവിതത്തെ ഇന്നു വകൽക്കാലം മടക്കി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പരിശുദ്ധാത്മാവിനെ ഉറപ്പിക്കുകയോ ഇന്ന് ഭൂമിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന മടങ്ങി വരുന്ന ആ മനസ്സുള്ള എത്ര പേരുണ്ട്? ആ മനസ്സുള്ള എത്ര പേരുണ്ട്? ഞാൻ എന്റെ ഉറക്കത്തിൽ ഉണരാൻ പോവുക, ഇപ്പൊ ഞാൻ എന്റെ ഉറക്കത്തിൽ ഉണരാൻ പോവുക. ദൈവത്തിന്റെ ന്യായവനെ വെളിപ്പെടുന്നതിന് മുമ്പ്, ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെടുന്നതിന് മുമ്പ് എന്റെ ഞാൻ കടന്നു കപ്പൽ ഉയർന്നവരെ ദൈവമെന്നെ വിളിച്ചവന് ദൈവമെന്നെ കണ്ണുകൾക്ക് കാഴ്ചക്കൊക്കെ ദൈവമെന്നെ
യേശുവിന്റെ നാമത്തിൽ ആത്മാവ് പറയുന്നു, ചില മടങ്ങി വരവ് വളരെ അനിവാര്യമാണ്. ദൈവം നിന്നെ കണ്ട കാഴ്ചയ്ക്കനുസരിച്ച്, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതിനനുസരിച്ച് നീ മടങ്ങി വന്നില്ല എങ്കിൽ ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിനെ വെളിപ്പെടുത്തുക. യോനായെ പോലെ ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായി, ദൈവത്തിന്റെ ആലോചനകൾക്ക് വിപരീതമായി സഞ്ചരിക്കുന്ന നടക്കുന്ന ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, ഒരു മടങ്ങി വരവിന്റെ പകലാണിത്. ദൈവം നിനക്കൊരവസരം തരികയാണ്. ദൈവം നിനക്കൊരവസരം തരികയാണ്. മടങ്ങി വരാൻ നീ മനസ്സ് കാണിച്ചാൽ ഇന്ന് പകൽ നിന്റെ വിടുതലിന്റെ ദിവസമാണിത്. മടങ്ങി വരാൻ നീ മനസ്സ് കാണിച്ചാൽ നിന്റെ വിടുതലിന്റെ ദിവസമാണിത്. നീ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഇന്ന് വരെ നിന്റെ വിടുതലിന്റെ നാഴികയാണിത്. വെളിപ്പെട്ടതിന് ശേഷം മടങ്ങി വരാൻ വേണ്ടി ഇരിക്കാതെ ഇന്ന് വരെ ദൈവവചന പൂജയ്ക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട് മടങ്ങി വരാൻ തയ്യാറാണ്. നിന്റെ വിടുതലിന്റെ ദിവസമാണിത്. വചനത്തിന്റെ ശക്തിയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയമുള്ളവരെ, ഉറങ്ങുന്ന യോന പ്രതികൂല സാഹചര്യങ്ങൾ ശക്തമായി വെളിപ്പെട്ടപ്പോൾ താൻ അതറിഞ്ഞില്ല. കപ്പലിലുണ്ടായിരുന്ന മറ്റുള്ളവർ അവരുടെ ദേവതകളെയും ദേവന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് യോന കിടന്നുറങ്ങുകയാണ്. ഇവര് വളരെ വേദനയോടെ ചോദിച്ചു, ഇത്രയും പ്രതികൂല സാഹചര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു ദൈവമില്ലേ? എങ്ങനെ യോന പ്രാർത്ഥിക്കും? ആ ദൈവത്തെ അല്ലെ, ദൈവത്തിന്റെ നിയോഗം വിട്ടവൻ പോവുക, ദൈവത്തെ ഒളിച്ചു പോവുകയാ. ആ യോന എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും? ആ ദൈവം തന്നെ അയച്ച ഒരു സന്ദർശനമല്ലേ ഇത്? ദൈവം ഹല്ലേലൂയ എങ്ങനെ യോന പ്രാർത്ഥിക്കും? അവസാനം അവർ ചീട്ടിട്ട് നോക്കിയപ്പോൾ യോനയുടെ പേര് വീണു എന്ന് ഞാൻ പറയത്തില്ല, സ്വർഗം വീഴ്ത്തി എന്ന് പറയാം. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ഇന്ന് പകൽക്കാലം മടങ്ങി വരാൻ നീ തീരുമാനമെടുത്തില്ലെങ്കിൽ, ഉടമനഹന്തനാചര മടങ്ങി വരാൻ നീ തീരുമാനമെടുത്തില്ലെങ്കിൽ, ഒരു മടങ്ങി വരവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ നീ സമർപ്പിച്ചില്ലെങ്കിൽ, ഇന്ന് വരെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് ചീട്ട് വീഴാൻ പോകുന്ന സമയമായി. യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരാൻ നീ ഇന്ന് പകൽക്കാലം വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചില്ല എങ്കിൽ നിനക്ക് ചീട്ടു വീഴാൻ സമയമായി. ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടാൻ സമയമായി. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഇന്ന് ചിലര് മടങ്ങി വരണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മടങ്ങി വരണം. നിന്റെ ചില ഇഷ്ടങ്ങൾ നീ ഒഴിച്ചു കളയണമെന്ന് ആത്മാവ് പറയുന്നു. നീ സ്വയമേ തീരുമാനിച്ചതും എടുത്തതുമാകുന്ന ചില ഇഷ്ടങ്ങളെ നീ ഒഴിച്ചു കളയണം. ചിലതിനോട് ഇന്ന് പകൽ ഗുഡ് ബൈ പറഞ്ഞിട്ട് നീ പോകാവുള്ളൂ. ചിലതുമായിട്ട് വിട്ടുകളഞ്ഞിട്ട് നീ പോകാവുള്ളൂ. ദൈവവുമായിട്ടൊരു പുതുക്കമുള്ള തീരുമാനം എടുത്തിട്ട് മടങ്ങാവുള്ളെന്ന് പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ വിവേചിച്ച് ആലോചന പറയുന്നു. സ്തോത്രം.
ശ്രദ്ധിച്ച ദൈവമക്കളെ, ഉറങ്ങുന്ന യോന, ആ യോന ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവനെ തട്ടി ഉണർത്തി, നിനക്ക് പ്രാർത്ഥിക്കാൻ ദൈവമില്ലേയും ചോദിച്ചു. ചീട്ടിട്ടു വീണത് യോനയ്ക്ക്. അവര് പറഞ്ഞു, നീ ഈ കപ്പലിൽ കയറിയത് ഞങ്ങൾക്ക് അനിഷ്ടം. ഉടനെ യോന തന്റെ കുറ്റം സമ്മതിച്ചു. ജീവിക്കുന്ന ദൈവമാകിരിക്കുന്ന യഹോവ എന്നോട് നിനവയിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അവനെ ഒളിച്ച് തർശീസിലേക്ക് പോവുകയാണ്. യോന പറഞ്ഞു, ഈ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുവിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, എന്നെ എടുത്ത് ഈ കപ്പലിൽ നിന്ന് കളയുക. യോനായെ എടുത്ത് കപ്പലിൽ നിന്ന് എന്ത് ചെയ്തു? കടലിലേക്ക് കളഞ്ഞു, കടലിലേക്ക് എറിഞ്ഞു. എറിഞ്ഞ സമയത്ത് ദൈവം ഒരു മത്സ്യത്തെ അങ്ങോട്ട് അയച്ചു. അത് വന്ന് യോനായെ എന്ത് ചെയ്തു? വിഴുങ്ങി. ഹല്ലേലൂയ. അവിടെയാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞ ദൂത് കിടക്കുന്നത്. 2:1 വായിച്ചേ. 2:1. മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുമ്പോൾ യോനായുടെ സ്വഭാവത്തിന്റെ രണ്ടാമത്തെ തലം വെളിപ്പെടുക. എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചേ? ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. ഒരാമേൻ പറയാമോ? കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. മത്സ്യം വന്ന് യോനായെ വിഴുങ്ങി. 3 ദിവസം ഇതിന്റെ അകത്ത് കിടക്കുക. ആ കഷ്ടതയെ കുറിച്ചാ യോന പറഞ്ഞേ. ആ 3 ദിവസം കിടന്ന കഷ്ടതയെ കുറിച്ചാ യോന പറഞ്ഞേ. ഒന്ന് ആലോചിച്ചു, 3 ദിവസം മത്സ്യത്തിന്റെ അകത്ത് കിടക്കുക എന്ന് പറഞ്ഞ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആലോചിക്കുകയായിരുന്നു, 3 ദിവസം മത്സ്യത്തിന്റെ അകത്ത് കിടന്നിട്ട് യോന മരിച്ചു. ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ, ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ. എന്നെ ശ്രദ്ധിച്ചിരുന്നാട്ട് അമ്മാമ, എന്നെ നോക്കിയിരി. സ്തോത്രം. ഹല്ലേലൂയ. 3 ദിവസം മത്സ്യത്തിന്റെ അകത്ത് കിടന്നിട്ട് യോന മരിച്ചുപോയില്ല. എന്താ മരിച്ചു പോകാഞ്ഞെന്നറിയാമോ? ഒരു കുറ്റസമ്മതം കപ്പലിന്റെ അകത്ത് നടത്തി. ഒരു കുറ്റസമ്മതം കപ്പലിന്റെ അകത്ത് നടത്തി. ഞാൻ തെറ്റുകാരനാ, നിങ്ങൾ എന്നെ എടുത്ത് കടലിലെറിഞ്ഞു. ഞാൻ ജീവിച്ചിരിക്കേണ്ടവനല്ല, ഞാൻ മരിക്കേണ്ടവനാ, നിങ്ങൾ എടുത്ത് തന്നെ കടലിലെറിഞ്ഞു. കുറ്റസമ്മതം നടത്തിയ യോനായെ രക്ഷപ്പെടുത്താൻ ദൈവം മത്സ്യത്തെ അയച്ചു. ഇതാ ഞാൻ മുമ്പേ ദൂത് പറഞ്ഞത്. ഇന്ന് നീ നിന്റെ ബലഹീനത സമ്മതിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് മകൾ മടങ്ങി വരാൻ നീ തയ്യാറാണെങ്കിൽ, ഇന്ന് മകൾ നിനക്ക് വേണ്ടി ദൈവചനത്തിന് അയക്കുന്ന ദൈവത്തിന്റെ വിടുവിക്കാൻ, ദൈവത്തിന്റെ വിടുതലിന്റെ കരം വെളിപ്പെടാൻ ദൈവം ചില പദ്ധതികൾ ഒരുക്കുമെന്ന് ഞാൻ ആരെങ്കിലും വിളിച്ചു ശ്രദ്ധിക്കട്ടെ. 3 ദിവസം അതിന്റെ അകത്ത് കിടന്ന് കഷ്ടത അനുഭവിച്ചു. കഷ്ടത അനുഭവിച്ച സമയത്ത് താൻ പ്രാർത്ഥിച്ചു, താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവേ, ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഈ കഷ്ടതയിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈ കഷ്ടതയിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് യോന പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മത്സ്യത്തോട് ദൈവം പറഞ്ഞു, കടലിന്റെ കരയ്ക്ക് നിന്റെ അകത്തു കിടക്കുന്ന യോനയെ നീ ഛർദ്ദിച്ചിടണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കടലിന്റെ
കരയ്ക്ക് നീ അവനെ കൊണ്ടിടണമെന്ന് മത്സ്യത്തോട് ദൈവം കൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം. ഇന്ന് മകൾ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില കഷ്ടതകളുടെ അനുഭവത്തിൽ നിന്ന് നിന്നെ കരയ്ക്കെത്തിക്കാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിൻ വചനത്തിന്റെ വെളിപ്പാടിനനുസരിച്ചുകൊണ്ട് ഒരു വിളിച്ചുകൊണ്ട ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടതയുടെ വഴിയിൽ നിന്ന് നിന്നെ കരയ്ക്കെത്തിക്കാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇന്ന് മകൻകാര് പ്രാർത്ഥനയിലേക്കൊന്ന് മടങ്ങി വേണം. പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഇന്ന് മകന വിടുതൽ ദൈവം ചെയ്യുന്നു കേട്ടോ. ഇന്ന് മകന വിടുതൽ ദൈവം ചെയ്യുന്നു കേട്ടോ. നീ കിടക്കുന്ന ചില കഷ്ടതയുടെ അകത്തുനിന്ന്, നീ ഇപ്പോൾ കിടക്കുന്ന ചില കഷ്ടതയുടെ അകത്തുനിന്ന്, നീ ഇപ്പോൾ കിടക്കുന്ന ചില കഷ്ടതയുടെ അകത്തുനിന്ന് നിന്നെ കരയ്ക്കെത്തിക്കാൻ നിന്റെ ഹൃദയം തകർന്ന പ്രാർത്ഥനയിലേക്ക് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഞാൻ ജീവിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് പകൽ ഞാൻ മടങ്ങി വരിക. ഈ കഷ്ടതയെ നിന്ന് വിടുവിക്കണമേ. എന്റെ പിതാവിനെ ഓർക്കരുത്, മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ജനങ്ങളോട് പറയാമോ? നിന്റെ കഷ്ടത മാറി ദൈവത്തിന്റെ കരകെത്തിക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ കുറവ് മൂലം, നിന്റെ ജീവിതത്തിലെ പോരായ്മ മൂലം, നിന്റെ ജീവിതത്തിലെ തെറ്റ് മൂലം, നിന്റെ കഷ്ടത്തിന്റെ വഴിയിൽ നീ ആർക്കും വേണ്ടി വന്നെങ്കിൽ, നീ ആർക്കും വേണ്ടി വന്നെങ്കിൽ പറയുന്നു, നീ മടങ്ങി അതിന്റെ നടുവിൽ നിന്ന് ദൈവം നിന്നെ കരകെത്തിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദൈവഹിതത്തിനനുസരിച്ച് പോകാത്തത് കൊണ്ട് ചില കഷ്ടതയുടെ നടുവിലേക്ക് തള്ളപ്പെടേണ്ട അനുഭവം നിനക്കുണ്ടായി. എന്താ കാര്യം? നീ ദൈവത്തിന്റെ വഴിയിലല്ല, ദൈവത്തിനെതിരെയുള്ള വഴിയിലാണ് നീ. ദൈവഹിതം അനുസരിച്ചല്ല നീ പോയത്. ദൈവഹിതം അനുസരിച്ച് നീ പോകാത്തത് കൊണ്ട് നീ പോയ വഴികളിൽ പ്രശ്നമാണ്. നീ എടുത്ത തീരുമാനം തെറ്റിപ്പോയി. നീ എടുത്ത തീരുമാനം തെറ്റിപ്പോയി. സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ തീരുമാനം കൊണ്ട് തെറ്റിപ്പോയത് മൂലം ചില കഷ്ടതകളിൽ ദൈവം നമ്മളെ ആക്കി. ആത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുക. മസിൽ പിടിച്ചിരിക്കാതെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽ ദൈവം ഒരു കരുണ കാണിക്കാൻ പോവുക. ഇന്ന് പകൽ ദൈവം ഒരു കരുണ കാണിക്കാൻ പോവുക. തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചാൽ ദൈവം നിന്നോടൊരു കരുണ കാണിക്കാൻ പോവുകയാണ്.
ആ കഷ്ടതയുടെ നടുവിൽ യോന പ്രാർത്ഥിച്ചു. എന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു, ദൈവത്തിന് ഹിതമില്ലാത്ത വഴി ഞാൻ തിരഞ്ഞെടുത്തു, എന്റെ തീരുമാനം തെറ്റിപ്പോയി, ഞാനത് സമ്മതിക്കുന്നു. ആ കഷ്ടതയുടെ നടുവിൽ അവൻ നിലവിളിച്ചപ്പോൾ മത്സ്യത്തോട് ദൈവം പറഞ്ഞു, അവരെ കരക്കെത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൻ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്ന് അവനെ കരക്കെത്തിക്കാനുള്ള ദൈവിക നിർദ്ദേശം മത്സ്യത്തിന്റെ കാതുകളിൽ തമ്പുരാൻ എത്തിച്ചു. ഇന്ന് വരെ ആത്മാവിനോട് ഇടപെടുക. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് മനസ്സ് തകർത്ത് കണ്ണുനീരോടെ ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയി, ഞാൻ പോയ വഴി തെറ്റിപ്പോയി, എന്റെ കുറവാണെന്ന് സമ്മതിക്കുന്നു. ഈ കഷ്ടതയിൽ നിന്ന് എന്നെ ഒന്ന് എന്ന് പ്രാർത്ഥിക്കാൻ ആർക്കും മനസ്സുണ്ട്. അവരുടെ ഇന്നവകൾ കരുണയുടെ കാലം വഴിക്കുമോ? സ്തോത്രം. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് എത്ര പേർക്ക് അത് അംഗീകരിക്കാൻ പറ്റും? എത്ര പേർക്ക് അത് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവിനോട് പറയുന്നു, നീ എടുത്ത തീരുമാനം തെറ്റിപ്പോ, നീ പോയ ചില വഴികൾ തെറ്റിപ്പോയി. ആത്മാവെന്നോട് പറയുന്നു, ഇന്ന് പകൽ സമ്മതിച്ച്, തെറ്റിപ്പോയെന്ന് സമ്മതിച്ച് ദൈവസന്നിധിയിലേക്ക് ഇന്നു പകൽ മടങ്ങി വരാൻ മനസ്സ് കാണിച്ച ദൈവം നിന്നെ ചില കരക്കെത്തിക്കുമെന്ന്. ഇപ്പോൾ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കഷ്ടതകൾ മാറി ദൈവം നിന്നെ ചില കരക്കെത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവെന്നോട് സംസാരിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ എന്റെ കുറ്റസമ്മതം നടത്തിയാൽ, ഞാൻ എന്റെ തെറ്റ് അംഗീകരിച്ചാൽ, ഞാൻ എന്റെ കുറവ് അംഗീകരിച്ച് ദൈവത്തോട് കരഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ, യോന പ്രാർത്ഥിച്ചതുപോലെ കഷ്ടതയിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ, എന്റെ ദൈവം എന്നോട് ക്ഷമിച്ച്, എന്റെ ദൈവം എന്നോട് ക്ഷമിച്ച് എന്നെ ദൈവം ആ കരക്കെത്തിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ശക്തമായി ദൈവാത്മാവിനോട് പറയുന്നു, അങ്ങനെയുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, അങ്ങനെയുള്ളവർ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്. നീ സ്വയം എടുത്ത തീരുമാനം, നിന്റേതാകുന്ന ഹിതത്തിൽ നീ എടുത്ത തീരുമാനം, നീ സ്വയം തിരഞ്ഞെടുത്ത വഴികൾ നിനക്ക് അവസാനം അതൊരു കുരുക്കായി മാറി, നിനക്ക് അവസാനം അതൊരു കഷ്ടതയായി മാറി, നിനക്കത് അവസാനം
ഒരു ദുഃഖമായി മാറി. ഇന്ന് പകൽ ആ കഷ്ടതയുടെ നടുവിൽ കിടക്കുമ്പോൾ അല്ലേലും ഇത് വിധിയാണെന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കാതെ ദൈവസന്നിധിയിൽ കുറ്റസമ്മതം നടത്ത്. എന്റെ തീരുമാനം തെറ്റിപ്പോയി, ഞാൻ തെരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയി, കർത്താവെ ഞാനത് സമ്മതിക്കുന്നു, എന്നോട് കരുണ കാണിക്കണമേ. പ്രാർത്ഥിക്കുക. ഈ വിഷയത്തിൽ ദൈവം നിന്നോട് കരുണ കാണിച്ചാലേ നിനക്ക് വിടുതലുള്ളൂ. ഈ വിഷയത്തിൽ ദൈവം നിന്നോട് കരുണ കാണിച്ചാലേ നിനക്ക് വിടുതലുള്ളൂ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്, കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ. യേശുവിന്റെ രക്തത്താൽ ക്ഷയമെടുക്കുക, യേശുവിന്റെ രക്തത്താൽ ക്ഷയമെടുക്കുക, യേശുവിന്റെ രക്തത്താൽ ക്ഷയമെടുക്കുക. അപ്പൊ ശ്രദ്ധിച്ചേ, കഷ്ടതയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന യോന. അമ്മേ, കഷ്ടതയുടെ നടുവിൽ യോന എന്ത് ചെയ്യാ? പ്രാർത്ഥിക്കുന്നു. ഈ കഷ്ടതയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഷ്ടതയുടെ നടുവിൽ എന്നെ വിടുവിക്കണം. ജീവിതത്തിൽ തെറ്റ് പറ്റിയാൽ അത് അംഗീകരിക്കാൻ മനസ്സുണ്ടാവും. സ്വന്തം മനസാക്ഷി നിന്നോട് അത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സമ്മതിക്കാൻ തയ്യാറാണ്. സ്വന്തം മനസാക്ഷി പറയാം, നീ ചെയ്ത തെറ്റാ, നീ പറഞ്ഞത് തെറ്റാ, നീ ചിന്തിച്ച തെറ്റാ എന്ന് സ്വന്തം മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സമ്മതിക്കാൻ തയ്യാറാവണം. സ്തോത്രം. അല്ലാതെ വലിയ വിശുദ്ധരായിട്ടിരിക്കരുത്. വലിയ വിശുദ്ധരായിട്ട് എന്താ പറയാ ഇരിക്കരുത്. സ്വന്തം മനസാക്ഷി നീ പറഞ്ഞതും പ്രവർത്തിച്ചതും ചെയ്തതും ചിന്തിച്ചതും തെറ്റാണെന്ന് നിന്നെ കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് നീ സമ്മതിക്കണം. അത് സമ്മതിച്ചെങ്കിൽ മാത്രമേ കർത്താവ് നിന്നോട് കരുണ കാണിക്കൂ. കാരണം ദൈവത്തിന്റെ സ്വാധീനവും ദൈവത്തിന്റെ ഒരു ഇരിപ്പിടം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസാക്ഷിയില്ല. കാരണം മനസാക്ഷിയാണ് നല്ലതും തീയതിനെ വേർതിരിച്ച് പഠിപ്പിക്കുന്നത്. നല്ലത് നല്ലതെന്നും തീയത് തീയതെന്നും പറയുന്നത് മനസാക്ഷിയാ. അവിടെയാ ദൈവം ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആ മനസാക്ഷി കുറ്റം പറയുന്ന കാര്യം അംഗീകരിക്കാൻ നമ്മൾ തയ്യാറായാൽ ദൈവത്തിന്റെ കരുണ നമ്മളോട് വെളിപ്പെടും. അതാ അതിന്റെ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, തന്റെ കഷ്ടതയുടെ നടുവിൽ യോന നിലവിളിച്ചു. ദൈവം മത്സ്യത്തോട് പറഞ്ഞു, നീ അവനെ കരക്കെത്തിക്കണം, നീ അവനെ കരക്കെത്തിക്കണം. ഇന്നു പകൽ ആത്മാവിനോട് പറയുന്നു, ചിലര് കണ്ണുനീരോടെ ഇന്നു പകൽ ഹൃദയ തകർച്ചയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ ഒരു കരുണ നിങ്ങളോട് വെളിപ്പെടും. ഒരു ഇല്ലാത്ത പക്ഷം നീ ഏത് പാസിന്റെ അടുത്ത് പോയിട്ടും കാര്യമില്ല, നീ ഏത് പ്രവാചകന്റെ അടുത്ത് പോയിട്ടും കാര്യമില്ല, നീ ഏത് പൈശാചിക ബന്ധനത്തെ ഓടിക്കുന്നവനടുത്ത് പോയിട്ടും കാര്യമില്ല. നീ ദൈവത്തിന്റെ മുമ്പിൽ താഴാതെ, നീ ദൈവത്തിന്റെ മുമ്പിൽ കുറ്റസമ്മതം നടത്താതെ, നീ നിന്റെ കുറവ് അംഗീകരിക്കാതെ, മനസാക്ഷി കുറ്റം വിധിക്കുന്ന കാര്യത്തിൽ നീ നിന്റെ തെറ്റംഗീകരിക്കാതെ, നീ ദൈവസന്നിധി മടങ്ങി വരാതെ, നീ ആരുടെ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി വെളിപ്പെടത്തില്ല. സ്തോത്രം. ഇവിടെ വന്നു പ്രാർത്ഥിച്ചു, സൂമി ജോയിൻ ചെയ്തു, പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. നീ ശരിയല്ലെങ്കിൽ നിനക്ക് വിടുതല കിട്ടത്. നീ ദൈവവുമായിട്ട് ക്രമീകരിക്കപ്പെട്ടില്ലെങ്കിൽ നിനക്ക് വിടുതല കിട്ടത്തില്ല. അതിന് പ്രാർത്ഥിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ശ്രദ്ധയോടെ അപ്പൊ കഷ്ടതയുടെ നടുവിൽ എന്ത് ചെയ്തു? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ കരുണ തന്റെ മേൽ വിളിച്ചു. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ വരിക. മൂന്നാമത് പറഞ്ഞ എന്താണ്? 3:4.
3:4 വായിച്ച്. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കി. 3:4 യോന നഗരത്തിൽ, എവിടെ? ദൈവം തന്നോട് നിയോഗിച്ച, കൽപ്പിച്ച മഹാനഗരമാകുന്ന നിനവയിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്ന് ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവ എന്ന് പറയുന്ന ഈ പട്ടണം മൂലമാകും എന്ന് പ്രസംഗിക്കുന്ന യോന. ഉറങ്ങുന്ന യോനയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന യോനയായി, പ്രാർത്ഥിക്കുന്ന യോനയിൽ നിന്ന് ആരായി? പ്രസംഗിക്കുന്ന യോനയായി. യോന നിന്ന് നിനവേ പട്ടണത്തെ നോക്കി അതിശക്തമായി വിളിച്ചു പറഞ്ഞു, 40 ദിവസത്തിനകത്ത് ദൈവം ഈ മഹാനഗരത്തെ ഉന്മൂലനാശമാക്കും യേശുവിന്റെ നാമത്തിൽ. എന്താ പ്രസംഗം? എന്താ പ്രസംഗം? ഒരു വ്യക്തിയോടല്ല പറയുന്നേ, വലിയൊരു നഗരത്തെ നോക്കിയാ പറയുന്നേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്നു പകൽ ആത്മാവെന്നെ ചില ദേശങ്ങളെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയാൻ പറയുന്നു. ചില ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടാൻ പോകുന്നു. ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ആ ദേശത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. IPC ചർച്ചിലായിരുന്നു. ആ ദേശത്തെ നോക്കി ദൈവാത്മാവ് പറഞ്ഞു, ദുർമരണങ്ങളെ ഓരോന്നായി ദുർമരണങ്ങളെ ഈ ദേശത്ത് വെളിപ്പെടുത്തി ദേശത്തിന്റെ പേരിനെ ഒരു ഭയാനകമാകുന്ന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദേശശക്തിയുടെ വ്യാപാരം ഈ ദേശത്ത് വാണുകൊണ്ട് നിൽക്കുന്നത് ദൈവം കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതുമല്ല, ജനം ആത്മാവിലങ്ങോട്ട് കത്താൻ തുടങ്ങി. ജനം ആത്മാവിലങ്ങ് കത്തി. ഞാൻ നിയന്ത്രിച്ചിട്ട് ആരാധന നിന്നില്ല. എനിക്ക് മനസ്സിലായി ആ വിഷയത്തിന്റെ അകത്തൊരു വിടുതലിന് വേണ്ടി ഇവൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. 10-20 മിനിറ്റ് ശക്തമായ ആരാധന. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് അവിടെ കർത്താവിന്റെ ദാസം പറഞ്ഞു, പാസ്റ്റർ കഴിഞ്ഞ ദിവസം കൂടി 2 തൂങ്ങി മരണം ഇവിടെ നടന്നു. 2 പേര് ഇവിടെ തൂങ്ങി മരിച്ചു. സ്തോത്രം. എത്രയോ ദുർമരണങ്ങൾ ഈ ദേശത്ത് നടന്നെന്നറിയാം. ദൈവം വെളിപ്പെടുത്തിയ വെളിപ്പാട് കൃത്യമായിരുന്നു. ശക്തമായ ഒരു വിടുതൽ ആ ദേശത്ത് ദൈവം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത്, ദേശത്തെ കുറിച്ച് പ്രാർത്ഥിക്കാൻ എരിവുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവത്തിന്റെ ന്യായവിധിയെ തടയണ്ട, അത് ദൈവം ചെയ്തോട്ടെ. എന്നാൽ ശത്രു കൊണ്ടുവരുന്നത് സാധ്യമാകാതെ വണ്ണം പ്രാർത്ഥിപ്പാൻ ഇന്നു പകൽ നിനക്കൊരു നിയോഗം ദൈവം തന്നാൽ നീ അത് ഏറ്റെടുക്കാൻ തയ്യാറാണോ? എന്നോട് ആത്മാവ് പറഞ്ഞ യോനയെ പോലെ ചിലത് പ്രസംഗിക്കാൻ, യോനയെ പോലെ ചിലത് വിളിച്ചു പറയാൻ, യോനയെ പോലെ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ ഇന്ന് ദൈവം നിന്റെ മേൽ ചില നിയോഗം തന്നാൽ ദേശത്തിന്റെ നടുവിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ ഇന്നു പകൽ ഉണ്ടെങ്കിൽ സമർപ്പിച്ചു. ഇന്നു പകൽ നിന്റെ മേലെ അഭിഷേകത്തിന്റെ കൈമാറ്റം യേശുവിന്റെ നാമത്തിൽ ഇന്നു പകൽ ദൈവം കൈമാറാൻ പോകുകയാ. ആർക്കും ആഗ്രഹമില്ലെന്ന് തോന്നുന്നു.
ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആർക്കും താല്പര്യമില്ലെന്ന് തോന്നുന്നു. നിയോഗമില്ലാത്തവര് പ്രാർത്ഥിക്കണ്ട, നിയോഗമുള്ളവര് പ്രാർത്ഥിച്ചാൽ മതി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദേശത്തെ നോക്കി പ്രവചിക്കാൻ, ദേശത്തെ നോക്കി പ്രസംഗിക്കാൻ, ദേശത്തെ നോക്കി ദൂത് പറയാൻ യോനായെ പോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ചില നിയോഗത്തിന്റെ കൈമാറ്റം ഇന്ന് പകൽ ചില വ്യക്തികളുടെ മേൽ ഇന്ന് പകൽ ദൈവം കൈമാറുമെന്ന് പരിശുദ്ധയാത്മാവ് എന്നോട് ശക്തമായി ഇടപെടുന്നു. യേശുവിന്റെ നാമത്തിൽ ആ നിയോഗമുള്ളവരുടെ മേൽ ഇന്ന് പകൽ അഭിഷേകം വെളിപ്പെടുന്നു. ദേശത്തിനോട് പ്രസംഗിക്കാൻ, ദേശത്തിനോട് പ്രവചിക്കാൻ, ദേശത്തിനോട് ബോധം പറയാൻ, ദേശത്തെ കുറിച്ച് വെളിപ്പാട് നേടാൻ, ദേശത്തെ കുറിച്ച് ആലോചിക്കാൻ ചിലരെ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ദേശത്തെ കുറിച്ചുള്ള വെളിപ്പാട് നീ കാണാൻ പോകുന്നത്, ദേശത്തെ കുറിച്ചുള്ള പ്രസംഗം ദൈവത്തിന്റെ മാവിത്തരം പോകുന്നത്, ദേശത്തെ കുറിച്ചുള്ള ആലോചന നിന്റെ പ്രാർത്ഥനാവുകയെ കൈമാറാൻ പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കാൻ ദേശത്തിന്റെ കാവൽ ഘടകമായി ദൈവത്തിന്റെ കണ്ണിൽ Yes, yes, yes. ശത്രു കയറാതെ വണ്ണം മതിലുകൾ പണിയുന്ന കാലത്തും
കെട്ടിയ മതിൽ എവിടെങ്കിലും ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഇടിഞ്ഞു പോയ ഭാഗം തിരിച്ചു കെട്ടുന്നത് വരെ അവിടെ ഒരു കാവൽ ഭടനെ നിർത്തും. ദൈവവചനം പഠിപ്പിക്കുന്നു. എന്തിനാണെന്നറിയാമോ? അത് കെട്ടിത്തീരുന്നത് വരെ ആ വഴിയിലൂടെ ഒരു ശത്രു അകത്തു കയറരുത്. ഇന്നു പകൽ ആത്മാവിനോട് ഇടപെടുക. ദേശത്ത് ഇതുപോലെ പൊളിഞ്ഞ് കിടക്കുന്ന ചില മതിലുകളുണ്ട്. ശത്രുവിന് സ്വാതന്ത്ര്യത്തോടെ കയറി ഇറങ്ങി പോകാൻ കഴിയുന്ന ചില മതിലുകൾ. അവിടേക്ക് നിയോഗമുള്ള നിന്നെ വാക്കാവുക. ഇന്നു പകൽ എത്ര പേർ ആത്മാവിനെ ഏറ്റെടുക്കാൻ കഴിയും? ഇടത്തേക്ക് ശത്രു സ്വാതന്ത്ര്യത്തോടെ കയറി ഇടത്തേക്ക് സ്വോത്രം സ്വോത്രം സ്വോത്രം. എന്നോട് ചില ദൂതികൾ, ചില വ്യക്തികളോട് ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ പറയാൻ സമയത്തെ വേർതിരിക്കുന്നില്ല. മീറ്റിംഗിന് ശേഷം അത് പറയേണ്ടവരോട് പറയാം. ഇന്ന് പകൽക്കാലം ദൈവ നിയോഗത്തിലേക്ക് വന്നവൻ പ്രസംഗിച്ചു. 40 ദിവസത്തിനകത്ത് ഈ ദേശം ദൈവ ഉന്മൂലമാക്കി. പ്രസംഗിച്ച യോന, അതൊരു പുത്തൻ നിയോഗമാണ്. പ്രസംഗിച്ച യോന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കാമോ? റോമർ 10:17. റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾക്കാനും വരും. ആകയാൽ വിശ്വാസം കേൾവിയാലും, അതായത് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നത്, അല്ലെ നമ്മളിൽ വിശ്വാസത്തെ ഉടലെടുപ്പിക്കുന്നത്. ആ കേൾക്കുന്നത് എന്താണ്? ദൈവ, അതാ പൗലോസ്. നമ്മളിൽ ഒരു വിശ്വാസം ഉടലെടുക്കുന്നതും നമ്മളിൽ ഒരു വിശ്വാസത്തെ ഉറപ്പിക്കുന്നതും കേൾവിയാൽ. ആ കേൾക്കുന്നത് എന്തായിരുന്നു? യേശു ക്രിസ്തു എന്ന വചനം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നീ എന്ത് ചെയ്യണം? പ്രഘോഷിക്കണമെന്ന് പറഞ്ഞത്. ഘോഷിക്കണം എന്ന് പറഞ്ഞാൽ നീ പറയണം, പ്രസംഗിക്കണം, വിളിച്ചു നീ പറയണം. കാരണം ഇതവര് കേൾക്കണം. കേൾവിയാലാണ് വിശ്വാസം ഉടലെടുക്കുന്നത്. കേൾവിയാലാണ് മാനസാന്തരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നീ ഇതെന്ത് ചെയ്യണം? അവരോട് പ്രസംഗിക്കണം. ഞാൻ പറയട്ടെ, ആ പ്രസംഗം കേട്ടതുകൊണ്ടല്ലേ നിനവെ പട്ടണക്കാര് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നത്? അല്ലേ? 4-ാം അധ്യായം എടുത്ത് 4:1 വായിച്ചോ. അപ്പൊ പിറുപിറുക്കുന്ന യോന എന്ത് ചെയ്യ? പിറുപിറുക്കുക. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാരണം എന്താ? അതിന്റെ മുകൾ ഭാഗം ഒന്ന് വായിച്ചു. 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചാൽ. 3-ാം അധ്യായം. അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടു.
മനസ്സിലായോ? അവർ ദുർമാർഗം വിട്ടെന്നവർ പറയുകയല്ല, അവരുടെ പ്രവൃത്തിയിൽ, എന്റെ ഭാഷ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ, അവരുടെ സ്വഭാവത്തിൽ ആ മാറ്റം ദൈവം കണ്ടു. അത് കണ്ട ദൈവം എന്ത് ചെയ്തു? എന്താ ചെയ്തു? വായിച്ചേ. താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുതപിച്ചെന്ന്. ഉറക്കത്തിൽ നിന്ന് പ്രാർത്ഥനയിലേക്ക് വന്ന യോന, പ്രാർത്ഥനയിൽ നിന്ന് പ്രസംഗത്തിലേക്ക് വന്ന യോന, കേൾവി വിശ്വാസവും ആ കേട്ടത് എന്താ പ്രസംഗിച്ച ദൈവത്തിന്റെ വചനവും, വചനത്താൽ ആ കേൾവിയാൽ അവർക്ക് രൂപാന്തരവും മാനസാന്തരവും വന്നിട്ട് അവർ തങ്ങളുടെ പ്രവർത്തികളെ ദൈവത്തിന് ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധീകരിക്കപ്പെടുന്ന നിലയിൽ അനിഷ്ടമായ ദുഷ്ടത നിറഞ്ഞ പ്രവർത്തികളെല്ലാം വിട്ടുകളഞ്ഞ് അവരുടെ പ്രവർത്തി ദൈവം വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് വരുത്തുവാൻ ദൈവം വെച്ചിരുന്ന അനർത്ഥത്തെ ഓർത്ത് ദൈവം അനുദപിച്ചു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റ് സംഭവിക്കാം, നമ്മൾ മനുഷ്യരാ, ജഡത്തിൽ ജീവിക്കുന്നവരാ, തെറ്റ് സംഭവിക്കാം. പക്ഷേ അനർത്ഥം വരുന്നതിന് മുമ്പ് അത് തിരുത്തിക്കോണം. അനർത്ഥം വരുന്നതിന് മുമ്പ് അത് തിരുത്തണം. സ്തോത്രം. അപ്പൊ യോന പ്രസംഗിച്ചിട്ട് യോന നോക്കിയിരിക്കുകയല്ല, യോന നോക്കിയിരിക്കുക. ഇതിങ്ങനെ നശിച്ചു പോകുന്നത് കാണാൻ യോന എന്ത് ചെയ്യാ? നോക്കിയിരിക്കുക. നാളൊരു പാസ്റ്റർ ഒരു ദൂത് പറഞ്ഞിട്ട് പോകുന്നു. ഒരാളോടൊരു ദൂത് പറഞ്ഞു, നിങ്ങളുടെ മോന് വിവാഹം നടക്കാൻ പോകും, നിങ്ങളുടെ മോന് വിവാഹം നടക്കും, ഈ ആഴ്ചക്കുള്ളിൽ ഒരു ആലോചന വരും എന്ന് ദൂത് പറഞ്ഞു. രണ്ടു മൂന്ന് ദിവസം നോക്കി പാസ്റ്ററുടെ കടയിൽ കോണ്ടാക്ട് ചെയ്തു, ആരിലും വന്നു ഇല്ല. അവസാനം 4-5 ദിവസമായപ്പോ പാസ്റ്ററിന് ഒരു ബ്രോക്കറെ എന്ത് ചെയ്തു? പാസ്റ്ററിന് ഒരു ബ്രോക്കറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നടത്തൊരു വീടുണ്ട്, ഞാൻ പറഞ്ഞന്ന് പറയരുത്, അവിടെ ചെറുക്കൻ്റെ ഒരു പെണ്ണിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യം നടപ്പിലാകാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുക. പറഞ്ഞ കാര്യം നടപ്പിലാകാൻ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്ത് ചെയ്താ ഇതെന്ത് ചെയ്യുന്നില്ല, കാണാൻ പറ്റുന്നില്ല. എന്ത് ചെയ്ത ഇത് കാണാൻ പറ്റുന്നില്ല. സ്തോത്രം. പക്ഷെ പ്രസംഗിച്ചു പോരുന്ന യോന ബാക്കി കാര്യം അറിഞ്ഞില്ല. അവിടെ എന്താ നടന്നെന്ന് ബാക്കി അറിഞ്ഞില്ല. നോഗയുടെ കാലത്ത് പോലെ പ്രസംഗം കേട്ടവരെല്ലാരും ഇയാൾക്ക് ഭ്രാന്ത, ഇയാള് മെന്റൽ പേഷ്യന്റ് എന്ന് പറഞ്ഞ് നോഗയുടെ മെസ്സേജിനെ, നോഗയുടെ പ്രസംഗത്തെ അവർ തള്ളിക്കളഞ്ഞു. ഒരു ഭ്രാന്തനെ പോലെ നോഗ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുവീ. പ്രൈസ് ദി ലോർഡ്. അവര് കേട്ടില്ല. എന്തു പറ്റി? വലിയൊരു പ്രളയത്താൽ ദൈവം നശിപ്പിച്ചു, അല്ലേ? വലിയൊരു പ്രളയം. യോനയുടെ വിചാരം അതാ, ഞാൻ ദൂത് പറഞ്ഞു, ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ് നടക്കാൻ പോവുക. സ്തോത്രം. വളരെ സന്തോഷിച്ച് പറഞ്ഞ കാര്യം നടക്കാൻ വേണ്ടി ഇരുന്നപ്പോ യോന പോയതിനു ശേഷം അവിടെ ഒരു കാര്യം നടന്നു. ആ കാര്യമാണ് നമ്മൾ വായിച്ചത്. അവരുടെ പ്രവൃത്തി ഒന്നും കൂടെ പ്രസംഗത്തിന് ശേഷം
അവരുടെ പ്രവൃത്തി ഒന്നും കൂടെ ദൈവം പരിശോധിച്ചപ്പോൾ അവരുടെ ദുഷ്ടതയിൽ നിന്ന് അവർ മടങ്ങി വന്നു. അവർ മാനസാന്തരപ്പെട്ടു. അന്നേരം അവർക്ക് വരുത്തുവാനിരുന്ന ആ ന്യായവിധി ഓർത്ത് അനർത്ഥമോർത്ത് ദൈവം അനുദപിച്ചു. യോനയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? 4:1 അതല്ലേ വായിച്ചേ? എന്താ? യോനയ്ക്ക് ഇത് അത്യന്ത അനിഷ്ടമായി. എന്തോ അനിഷ്ടമായത്? ഒരു ജനസമൂഹം മാനസാന്തരപ്പെട്ടത്. സ്വത്രം ഒരു സമൂഹം മാനസാന്തരപ്പെട്ടത് യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പ്രസംഗിച്ചത് നടക്കണമെന്ന് എനിക്കുള്ളൂ, മാനസാന്തരപ്പെടുകയില്ലായിരിക്കും. അതൊന്നും എന്റെ വിഷയം. ഞാൻ പ്രസംഗിച്ചത് എന്ത് ചെയ്യണം? നടക്കണം, കാണണം. ഒരുവൻ രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെടാതിരിക്കുക, അതൊന്നും എന്റെ വിഷയം. സ്തോത്രം. യോനായ, നിനക്ക് എന്തിനാ അനിഷ്ടം തോന്നിയേ? അനിഷ്ടം തോന്നിയതോ അവര് നശിച്ചില്ല. ഈ പലർക്കും ദൈവം തന്നിരിക്കുന്ന നിയോഗം എന്തിനാണെന്ന് ഒരു ബോധവും. നിയോഗം ഉണ്ടെന്ന് പറയുമ്പോ ചാടി കയറി പിടിക്കും. യെശയ്യാവിനെ പോലെ. യെശയ്യാവിന് പിന്നെ അതിനെ കുറിച്ച് ബോധം ഉണ്ടായിരുന്നു. ആരെ അയക്കേണ്ടു, ആരിനെയും പോകും. യെശയ്യാവ് ഒറ്റ പറച്ചില്, ഞാനുണ്ടല്ലോ, ഞാനിങ്ങനെ നിൽക്കുകയല്ലേ, എന്നെ അയക്ക്. നിയോഗം ഏറ്റെടുത്തതിന് ശേഷം ദൈവം കാര്യം പറഞ്ഞു. കാര്യം കേട്ടപ്പോ ആകെ പ്രശ്നമായി. കാരണം ഇതുവരെ പ്രവചിച്ച പോലല്ല ഇനി പ്രവചിക്കാൻ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചിച്ചതുപോലെ ഒരു മനുഷ്യൻ പ്രവചിച്ചിട്ടില്ല. എന്തായിരുന്നു പ്രവചനം? യേശുക്രിസ്തുവിനെ കുറിച്ച്. നിയോഗം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെറുതല്ല, വലുതാണ്. പലർക്കും ദൈവം നിയോഗം തന്നിട്ടുണ്ട്, പക്ഷെ എന്തിനാ തന്നെന്ന് ഓരെത്തും പിടിയില്ല. യോനെ, നിന്നോട് ഇത് പറയണമെന്ന് ഞാൻ നിന്നെ നിയോഗിച്ച എന്തിനാ? എന്തിനാ ഞാൻ നിന്നെ നിയോഗിച്ചേ? നിന്നെ ഞാൻ നിയോഗിച്ച എന്തിനാ? എടാ, അവര് മാനസാന്തരപ്പെടാനാ. നിനക്കത് മനസ്സിലായില്ലേ? അവര് മാനസാന്തരപ്പെടാനാ. അവര് മടങ്ങി വരുവാണെങ്കിൽ മടങ്ങി വരട്ടെ എന്ന് കരുതി ഒരു അവസരം ഞാൻ അവർക്ക് കൊടുത്തതാ. ആ നിയോഗം യോന എന്ത് ചെയ്തില്ല? മനസ്സിലാക്കിയില്ല. ഇന്ന് പകൽ ദൈവം പല നിയോഗത്താൽ നിന്നെ ദേശത്താക്കി വെക്കുമ്പോൾ ആ നിയോഗം എന്തിനാണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നിയോഗം എന്തിനാന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലായില്ലെങ്കിൽ മാനസാന്തരപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ നീ പറയും, എത്രയും വേഗം ദൈവം അവനെ സന്ദർശിക്കണം, എത്രയും വേഗം അവനെ ഇല്ലാതാക്കണം എന്ന് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവം അവന്റെ മാനസാന്തരമായിരിക്കും ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? പിറുപിറുക്കുന്ന യോന ഒരാവണക്കയുടെ കീഴിൽ ഇരിക്കുക. ഇതിങ്ങനെ വളർന്നു വളർന്നു വന്ന് അതിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് ഇപ്പൊ നശിക്കും എന്ന് പറഞ്ഞിരിക്കുക. അതിന്റെ തണലിൽ ഇരുന്ന് മറ്റുള്ളവരുടെ നാശം നോക്കിയിരിക്കുക. മറ്റുള്ളവരുടെ നാശം നോക്കിയിരിക്കുക. എന്തു പറ്റി? യോനയുടെ ഇരിപ്പ് കണ്ടപ്പം ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. യോനയ്ക്ക് അനിഷ്ടമായതുപോലെ തന്നെ യോനയോട് ചെറിയൊരു അനിഷ്ടം വന്നു. ദൈവം എന്താ ചെയ്തേ? ഒരു ചെറിയ പുഴുവിനെ കൊണ്ടു. ഒരു ചെറിയ, നിന്റെ അഹങ്കാരത്തിന് പുഴുവൊക്കെ മതി. വലിയ മിസൈലൊന്നും ദൈവത്തിന് വിടേണ്ട ആവശ്യമില്ല. പുഴുവൊക്കെ മതി. സ്തോത്രം. ഒരു ചെറിയ പുഴുവിനെ വിട്ടു. ആ തണലി ഇരുന്ന് ഇങ്ങനെ കയ്യും കെട്ടി നിലവെ നോക്കി ഇരിക്കുക. ഇപ്പൊ പൊളിയും, നാളെ പൊളിയും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? നിലവെ നോക്കി ഇങ്ങനെ ഇരിക്കുക. മറ്റുള്ളവരുടെ തകർച്ച കാണാൻ എന്റെ ഇഷ്ടം. സ്തോത്രം, സ്തോത്രം. അവന് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അനുഗമിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം അവരോട് ക്ഷമിച്ചു. ദൈവം അവരോട് ക്ഷമിച്ചു.
യോന പ്രസംഗിച്ച പ്രസംഗത്തിന്റെ വിടുതൽ ഓൾറെഡി നടന്നവിടെ. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച വിടുതൽ നടന്നില്ല. അതിനുവേണ്ടി നോക്കിയിരിക്കുക. അപ്പൊ ഇതിന്റെ കീഴിലായി ഇരിക്കുന്നേ. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലായി ഇവന്റെ ഇരിപ്പ് ശരിയല്ല. ഇരിക്കുന്ന രീതിയല്ല, മനസ്സാ പറഞ്ഞു. മനസ്സ് ശരിയല്ല. ഒരു ചെറിയ പുഴുവിനെ അങ്ങോട്ട് വിട്ടു. ഒറ്റ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കി ഉടനെ അങ്ങനെ ഒരു ആവണക്ക് അവിടെ പുഴു മൊത്തം അതിനെ എന്ത് ചെയ്തു? പുഴു മൊത്തം എന്ത് ചെയ്തു? അതിനെ നശിപ്പിച്ചു കളഞ്ഞു. വെയിൽ ഉച്ചയ്ക്കടിച്ചു. വെയിൽ എന്ത് ചെയ്തു? നേരെ തലയ്ക്ക് മുകളിൽ. ഇരിക്കാൻ പറ്റിയില്ല. ദൈവത്തോട് പിറുപിറുക്കാൻ തുടങ്ങി. ഞാൻ പ്രസംഗിച്ചത്, എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ചത് എന്തിയേ? സ്തോത്രം. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നിന്നിലൂടെ നീ ആഗ്രഹിക്കുന്നതല്ല ദൈവം ചെയ്യുന്നത്, നിന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതാ ചെയ്യുന്നത്. മനസ്സിലായോ ദൈവമക്കളെ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ഹല്ലേലൂയ, നിന്റേതാകുന്ന ചില ചിന്താഗതികളും നിന്റേതാകുന്ന ചില നിരൂപണങ്ങളും ഹല്ലേലൂയ അത് തെറ്റാണെന്നുള്ള ബോധ്യം ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോ തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ ചിന്താഗതികൾ മാറ്റിക്കോ, അല്ലെങ്കിൽ നിന്റെ തണല് നിനക്ക് നഷ്ടപ്പെടും. നിന്റെ ജീവിതത്തിലെ തണല് നിനക്ക് നഷ്ടപ്പെടും. സ്തോത്രം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിനക്ക് കഴിയണം. നീ അതിന് പ്രാപ്തിയുള്ളവളാകണം. ചിലരുടെ ഹൃദയങ്ങളെ വിവേചിച്ചുകൊണ്ട് ദൈവാത്മാവ് പറയുന്നത്, നിന്റെ ഹൃദയത്തിലെ ചില നിരൂപണങ്ങൾ നീ മാറ്റണം കേട്ടോ. നിന്റെ ഹൃദയത്തിലെ ചില ചിന്തകൾ നീ മാറ്റണം കേട്ടോ. ചില വിചാരങ്ങളെ നീ എടുത്തു കളയണം കേട്ടോ. ഹല്ലേലൂയ. പ്രതികാരം നമ്മക്കല്ല, പ്രതികാരം യഹോവയ്ക്കുള്ളതാ. നമ്മക്കല്ല പ്രതികാരം, നമ്മക്കല്ല വൈരാഗ്യം. സ്തോത്രം. ഇന്ന് ചില ഹൃദയങ്ങളെ നോക്കി ദൈവാത്മാവ് പറയുന്നു, അവർക്ക് ഇങ്ങനെ വരണം, ഇവർക്ക് അങ്ങനെ സംഭവിക്കണമെന്നുള്ള ചിന്താഗതികൾ എടുത്തു മാറ്റാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് ശക്തമായ ഒരു ദൂത് വിളിച്ചു പറഞ്ഞു. ഒരിക്കൽ ഞാൻ ഒരിടത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോ എന്നോട് പറയാ, പാസ്റ്റേ, ഞങ്ങൾക്കെതിരെ അടുത്തുള്ള വീട്ടുകാര് ഭയങ്കര ദോഷം ചെയ്യുന്നു. അവരെല്ലാം പെട്ടി കയറാൻ പ്രാർത്ഥിക്കും. അവരെല്ലാം എന്നുവെച്ചാൽ മരിച്ചു പോകാൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്റെ ജോലിയല്ല അത്. അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ ഈ കൊച്ചിയിലൊക്കെ നല്ല കൊട്ടേഷൻ ടീം കാണും. കൊച്ചിയിലെ നല്ല കൊട്ടേഷൻ ടീം കാണും. കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്തു. എന്നെ അതിന് കിട്ടത്തില്ല. അവരോട് ഞാൻ പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അവർക്ക് എന്തെങ്കിലും ഒരു അനർത്ഥം സംഭവിക്കുന്നതിൽ നല്ലത് നിങ്ങളുടെ കൂടെ അവർ നാളെ പള്ളി വരാൻ പ്രാർത്ഥിക്കും. നിങ്ങളുടെ കൂടെ ഒരുമിച്ച് നാളെ അവര് പള്ളി വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. ഒരുമിച്ച് നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന രംഗം ഒന്ന് ആലോചിച്ച്. നല്ല മനുഷ്യരായിരുന്നു. കൃപയാൽ ഞാൻ അത് പറഞ്ഞപ്പോ തന്നെ അവർക്ക് മനസ്സിലൊരു സന്തോഷം തോന്നി. അവരന്നു മുതൽ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങളെ ദ്രോഹിക്കുന്നവരെ മാനസാന്തരപ്പെടുത്തി മടക്കി വരുത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്ന് ആ കുടുംബം അവരോടൊത്ത് ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. നശിച്ചു പോകുന്നതിലും നല്ലതല്ലേ രക്ഷപ്പെടുന്നത്? നശിച്ചു പോകുന്നതിലും നല്ലതല്ലേ രക്ഷപ്പെടുന്നത്? അവര് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. അവർക്കെതിരെ പല വിധത്തിലുമുള്ള ദ്രോഹം ചെയ്ത ഫാമിലി അവസാനം
ഇവരോടൊപ്പം ദൈവത്തെ ആരാധിക്കാമോ? ഇന്ന് അവർ ഒരുമിച്ച് ഒരു ദൈവസഭയെ ആരാധിച്ചു കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പല ചിന്താഗതികളും എടുത്തു കളയണം. നമ്മുടെ പല നിരൂപണങ്ങളും എടുത്തു കളയണം. നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കത്തില്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ഇന്ന് പകൽക്കാലം നമ്മുടെ നിരൂപണങ്ങളെ മാറ്റണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. യോനയ്ക്ക് ഹല്ലേലൂയ താൻ ചിന്തിച്ചതും പറഞ്ഞതും പ്രസംഗിച്ചതും നടക്കാതെ വന്നപ്പോൾ അനിഷ്ടമായി തോന്നി. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവിനോട് പറയുന്നു, നീ ചിന്തിക്കുന്നതും നീ ആഗ്രഹിക്കുന്നതും നീ പ്രതീക്ഷിക്കുന്നതും നടക്കാതെ വരുമ്പോൾ നിനക്ക് അനിഷ്ടമായി തോന്നരുത്. ദൈവം മറ്റൊന്ന് ഹല്ലേലൂയ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം മറ്റൊന്ന് അവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ഹല്ലേലൂയ യോനയിലൂടെ പ്രസംഗിപ്പിച്ചത് അവരെ തകർക്കാനായിരുന്നില്ല, അവർക്കൊരു അവസരം ദൈവം കൊടുത്തു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോടതാ പറയുന്നത്, ഒരവസരം ദൈവം നമുക്ക് തരിക. കണ്ണുകളൊന്നടച്ചാട്ടെ, കണ്ണുകളൊന്നടച്ചാട്ടെ. അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവാത്മാവിൽ എന്നെ നിയോഗിക്കുന്നു. അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് യേശുവിന്റെ നാമത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും കർത്താവേ, എന്റെ ജീവിതത്തിൽ കുറവ് വന്നു പോയപ്പോ, എന്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോയപ്പോ, ഞാൻ എടുത്ത ചില വഴികൾ തെറ്റിപ്പോയി, ഞാനത് സമ്മതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിരൂപിച്ചു വെച്ച, ഞാൻ ചിന്തിച്ചു വെച്ച പല കാര്യങ്ങളും അത് നടപ്പിലാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. മനസ്സ് തുറന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവ് നീ ദൈവത്തോട് നേറ്റു പറ. മനുഷ്യനോട് പറയണ്ട. ഇതുവരെ നിനക്ക് അതിൽ നിന്ന് ഒന്ന് പിന്മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകൽ ഒന്ന് മടങ്ങി വാ. യെസ്, വചനത്തിന്റെ മുൻപിൽ ഒന്ന് സമർപ്പിക്കും. നിന്റെ തലമുറ ദൈവത്തിന്റെ ഹിതമില്ലാത്ത ഏതെങ്കിലും വഴിയിലൂടെ പോകുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ഇന്ന് പകൽ പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ കുഞ്ഞുങ്ങളെ മടക്കി വരുത്തണം, എന്നെ മടക്കി വരുത്തണം. ഞാൻ എടുത്ത തീരുമാനം, ഞാൻ പോയ വഴികൾ തെറ്റാണെന്ന് ഞാൻ അംഗീകരിക്കും. ഞാൻ ആഗ്രഹിച്ചത് നടപ്പിലാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അത് മാത്രം നടപ്പിലാകണം എന്ന് ഞാൻ ഇഷ്ടം വെച്ചു. എന്നാൽ എന്റെ ദൈവത്തിന് അതിന്റെ പുറകെ ചില പദ്ധതികളുണ്ട്. യേശുവിന് ഞാൻ ആഗ്രഹിച്ച ചിലത് നടന്നു, ചിലത് നടന്നില്ല എന്ന് വിചാരിച്ചു. ഇന്ന് നീ അനിഷ്ടം കാണിക്കരുത്. ഇന്ന് നീ ദൈവത്തോട് പെറുപെറുക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടം ചെയ്യാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മളിലൂടെ തന്റെ ഇഷ്ടം ചെയ്യാനാണ് നമ്മളെ വിളിച്ചത്. നമ്മളിലൂടെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാ വിളിച്ചത്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ കുറവ് ക്ഷമിക്കണം, എന്റെ തെറ്റ് ക്ഷമിക്കണേ. ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയി, ഞാൻ എടുത്ത വഴികൾ തെറ്റിപ്പോയി, ഞാൻ പോയ ഇടങ്ങൾ തെറ്റിപ്പോയി. കർത്താവിനോട് ക്ഷമിക്കണേ, കർത്താവിനോട് ക്ഷമിക്കണേ. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ആരെ ആരാധിപ്പിക്കുന്നില്ല. നിങ്ങൾ ആരും ആരാധിക്കണ്ട, ആരും ആരാധിക്കണ്ട. ഇന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കും. കുറ്റസമ്മതം നടന്നു. യേശുവിൻ നാമത്തിൽ കുറ്റസമ്മതം നടന്നു. കർത്താവിനോട് ക്ഷമിക്കണം, കർത്താവിനോട് ക്ഷമിക്കണം. ഞാൻ എടുത്ത വഴി, ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ സമ്മതിക്കുന്നു. അതിന്റെ കഷ്ടതയിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണം. വിടുവിക്കണമേ. എന്നോട് ഇന്ന് പകൽ കരുണ കാണിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കും? ഞാൻ ഉറപ്പ് പറയാം, ഞാൻ പരിശുദ്ധാത്മാവിന് ഉറപ്പ് പറയാം, കണ്ണുനീരോടെ മനസ്സ് തകർന്ന് ഇന്ന് ആര് പ്രാർത്ഥിക്കുന്നു, അതിവിടെ ഉള്ളവരാണെങ്കിലും സൂമിലുള്ളവർ ആര് പ്രാർത്ഥിക്കുന്നോ അവർക്ക് ഇന്നു പകൽ വിടുതല. പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുന്നു. നിനക്ക് വേണ്ടി ഒരു കരയിലേക്ക് ദൈവം നിന്നെ എത്തിക്കാൻ പോവുക. സ്തോത്രം. ഒരു കര നീ കാണാൻ പോവുക. ഈ കഷ്ടതയിൽ നിന്നൊരു കര നീ കാണാൻ പോവുക. പക്ഷേ കണ്ണുനീരോടെ മനസ്സ് തകർന്ന് കുറ്റസമ്മതം നടത്തി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇന്ന് പകൽ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മാവിനെ അത്രത്തോളം ബോധ്യപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ചിലത് നടന്നു കാണാൻ ഞാൻ ഇച്ഛിച്ചിരുന്നു. പക്ഷെ നടന്നത് പലതും വിപരീതമായിട്ടാണ്. ദൈവത്തോട് പിറുപിറുക്കരുത്, ദൈവത്തെ ചോദ്യം ചെയ്യരുത്.
നിനക്ക് അനിഷ്ടമായത് തോന്നരുത്. ഇന്ന് പകൽക്കാലം പിറുപിറുത്തിട്ടുണ്ടെങ്കിൽ, അനിഷ്ടമായി തോന്നിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് മത്സര സ്വഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ മടങ്ങി വാ. നിന്റെ തിന്മയ്ക്കായിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല. നിന്റെ തിന്മയ്ക്കായിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല. അവൻ ചെയ്യുന്നതിന്റെ പുറകിൽ നീ കാണാത്തൊരു നന്മയുണ്ട്. ഇന്ന് നിന്റെ ജീവിതത്തിലെ കുറവ് മൂലം നീ അനുഭവിക്കുന്ന ചില കഷ്ടതയിൽ നിന്ന് കയറി വരാൻ നിന്റെ ജീവിതത്തിലെ കുറവ് നീ ഏറ്റുകൊള്ളാം. അനർത്ഥം വ്യസനകാരണമായി തീരുന്നതിന് മുൻപ് നമ്മുടെ മേൽ വരുത്തുവാൻ ദൈവം വെച്ചിരിക്കുന്ന അനർത്ഥം ഓർത്ത് ദൈവം അനുദപിക്കത്തക്കവണ്ണം ഇന്ന് പകൽ വിടേണ്ടത് വിടാം, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാം. തീരുമാനമെടുത്ത് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ ഇന്ന് പകൽ വലിയൊരു അവസരം പരിശുദ്ധാത്മാവ് തരിക. വലിയൊരു അവസരം. ഞാനല്ല തരുന്നത്, ദൈവാത്മാവാണ്. വലിയൊരു അവസരം. കർത്താവേ, എന്റെ കുറവെന്നോട് ക്ഷമിക്കും. കർത്താവേ, എന്റെ ബലഹീനത എന്നോട് ക്ഷമിക്കണേ. കർത്താവേ, എന്റെ തെറ്റുകുറ്റം എന്നോട് ക്ഷമിക്കണേ. കർത്താവേ, എന്റെ വീഴ്ച എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, എന്റെ പാപം എന്നോട് ക്ഷമിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കും? എന്റെ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കഷ്ടതയിൽ നിന്ന് എന്നെ കരക്കെത്തിക്കണം. ഈ ശാരീരിക കഷ്ടതയിൽ, മാനസിക കഷ്ടതയിൽ, സാമ്പത്തിക കഷ്ടതയിൽ എന്നെ രക്ഷിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കും? കഷ്ടതയില്ലാത്തവർ പ്രാർത്ഥിക്കേണ്ട, കഷ്ടതയുള്ളവർ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു. എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു. കർത്താവേ, എന്റെ കപ്പൽ ഇനി ആടി ഉലയരുത്. കർത്താവേ, എന്റെ കപ്പൽ ഇനി ആടി ഉലയരുത്. നന്മകളൊക്കെ വലിച്ചെറിയാൻ ഇനി ഇടയാക്കരുത്. നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ ഇനി ഇടയാക്കരുത്. ഞാൻ അനുദപിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ. എവിടെയെങ്കിലും ഞാൻ എടുത്ത തീരുമാനം തെറ്റിയ, ഞാൻ പോയ വഴി തെറ്റിയ എന്നോട് ക്ഷമിക്കണേ. ഈ കഷ്ടതയിൽ നിന്ന് എന്റെ കർത്താവ് എന്നെ ഒന്ന് വിടുവിക്കും. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. കണ്ണുകളെ അടച്ച് നമുക്ക് നമ്മളെ തന്നെ താൻ ആഗ്രഹിച്ചത് നടക്കാതിരുന്നപ്പോൾ യോനയ്ക്ക് അനിഷ്ടം തോന്നി. ഇന്ന് പകൽക്കാലം നീ ആഗ്രഹിക്കുന്ന പലതും നടക്കാതെ വരുമ്പോൾ നിനക്ക് അനിഷ്ടം തോന്നരുത്. ദൈവത്തോട് പിറുപിറുക്കരുത്, ചോദ്യം ചെയ്യരുത്, മത്സരിക്കരുത്. ഇന്ന് പകൽ അങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ടെന്ന് കർത്താവ് എന്നെ കാണിക്കുന്നു. ഇന്ന് പകൽ ഒന്ന് മടങ്ങി വാ. നിന്റെ വിഷമം കൊണ്ട്, നിന്റെ വേദന കൊണ്ട്, നിന്റെ പ്രയാസം കൊണ്ട് ചിന്തിച്ചു പോയ ചില ഭാഗങ്ങളുണ്ട്. ഇന്ന് പകൽ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. കർത്താവേ, എന്നോട് ക്ഷമിക്കണം. എന്റെ വേദനയിൽ, എന്റെ സങ്കടത്തിൽ, എന്റെ ഭാരത്തിൽ, എന്റെ ദുഃഖത്തിൽ ഞാൻ അറിയാതെ ചോദിച്ചു പോയി, ഞാൻ പറഞ്ഞു പോയി. എന്നോട് ക്ഷമിക്കണം. ഹൃദയംഗമായി പ്രാർത്ഥിച്ച് എത്രയോ വലിയ കഷ്ടത അനുഭവിച്ച യോബ് ഒരു മറുചോദ്യം ദൈവത്തോട് ചോദിച്ചു. തനിക്ക് ദൈവം അനുവദിക്കപ്പെട്ട കഷ്ടത താൻ ഏറ്റെടുത്തെങ്കിൽ തന്റെ ജീവിതത്തിൽ വളരെ വേദനാജനകമാകുന്ന അനുഭവം താൻ അനുഭവിച്ചു. യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഒരൊറ്റ മറുചോദ്യം ദൈവത്തോട് യോബ് ചോദിച്ചു. അതുകൊണ്ട് എന്തു പറ്റി? ഇന്നലകളിനെ കാട്ടിലും ഉപരി യോബിനെ സർവശക്തൻ അനുഗ്രഹിക്കുവാനിടയായി.
ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് സമർപ്പിക്കാം. നീ ആഗ്രഹിക്കുന്ന പലതും കാണാതെ വരുമ്പോൾ, കേൾക്കാതെ വരുമ്പോൾ, നടക്കാതെ വരുമ്പോൾ, നീ ചോദിച്ച ചില ചോദ്യങ്ങൾ ആത്മാവെന്നെ കാണിക്കുന്നു. പേര് പറഞ്ഞ് ചോദിച്ച ചോദ്യം പറഞ്ഞ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പലരെയും ദൈവം എന്റെ മുഖം വെളിപ്പെടുത്തുന്നുണ്ട്. പലരുടെ മുഖം എന്റെ വെളിപ്പാടി കർത്താവ് തരുന്നു. ഞാൻ പൊതുവെ പറഞ്ഞ് ഒരു പ്രയാസം ഉണ്ടാക്കുന്നില്ല. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഒന്നേറ്റു പോകാം. ദൈവസന്നിധിയിൽ ഒന്നേറ്റു. ആത്മാവിനോട് പറയുന്നു, ഈ തിരുവചന ഭാഗം കേട്ട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ട് വീണ്ടും ഈ കഥ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ശക്തമായി ദൈവാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെടും. ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെടും. നിലവിളിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ശക്തമായി സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നവർ. നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായാൽ നമുക്ക് എല്ലാവർക്കും അത് വേദനയാണ്. അതുകൊണ്ടാണ് ഞാൻ ആത്മനിറവിൽ വളരെ ഗൗരവത്തോടെ, സീരിയസോടെ നിങ്ങളോട് പറയുന്നത്, ക്രമീകരിക്കപ്പെടേണ്ട ഭാഗം ദൈവസന്നിധി ക്രമീകരിക്കും. ഞാൻ നിനക്കൊരു ഉറപ്പ് ആത്മാവിൽ തരാം. ഇന്നു പകൽ നീ ക്രമീകരിച്ചാൽ, നീ ദൈവത്തോട് നിലവിളിച്ചാൽ, കുറ്റസമ്മതം നടത്തിയാൽ, നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്ന് ദൈവം നിന്നെ ഒരു കരക്കെത്തിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ നമുക്കൊന്ന് സമർപ്പിക്കുക നമ്മുടെ കണ്ണുകളിടയ്ക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഒരു മടങ്ങി വരവിനും ഒരു പുതിയ തീരുമാനത്തിനും ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവർ വചനം കേട്ട് ഒരു പുതിയ മടങ്ങി വരവിനും തീരുമാനത്തിനും ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്ത് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. അങ്ങനെയുള്ളവർ മാത്രം യേശുവിന്റെ നാമത്തിൽ കൈ ഉയർത്തിപ്പിടിച്ചാട്ടെ. അങ്ങനെയുള്ളവർ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. സൂമിലുള്ളവരും ഇവിടെയുള്ള പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു മടങ്ങി വരവ് ഇന്ന് ആവശ്യമാണ്. ദൈവം വെച്ചിരിക്കുന്ന അനർത്ഥം എന്റെ മേലും എന്റെ കുടുംബത്തിലെ മേലും വരാതെ വണ്ണം എനിക്കൊരു മടങ്ങി വരവ് ആവശ്യം. ഞാനത് പൂർണ്ണമായി സമ്മതിക്കുന്നു. ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയി, ഞാൻ പോയ വഴി തെറ്റിപ്പോയി, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ആഗ്രഹിച്ച പലതും കാണാതെ നടക്കാതെ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, മത്സരിച്ചു, പിറുപിറുത്തു, ഞാൻ സമ്മതിക്കുന്നു. ഇന്നു പകൽ ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർ മാത്രം. ഓ ജീസസ്, ഞാൻ എന്തുകൊണ്ട് കൈ ഉയർത്താൻ പറഞ്ഞെന്നറിയാമോ? അങ്ങനെയുള്ള നിങ്ങളോട് ദൈവം ഇന്ന് ക്ഷമിക്കുകയും നിങ്ങൾക്ക് ദൈവം നൽകാനിരുന്ന ഒരു നിയോഗമുണ്ട്. ആ നിയോഗത്തിലേക്ക് ദൈവം നിങ്ങളെ പ്രവേശിക്കുകയും ചെയ്യാൻ പോകുകയാ. ദൈവം നിയോഗത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുകയും കൂടെ ചെയ്യാൻ പോകുകയാ. അങ്ങനെയുള്ളവർ കൈ ഉയർത്തി പിടിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പൊന്നുകർത്താവേ, വചനം കേട്ട് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കുറ്റസമ്മതം നടത്തിയ ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. ഈ ഉയർത്തിപ്പിടിച്ച കരങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നവരനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്ന് ദൈവം അവരെ ഒരു കരക്കെത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവേ, എന്റെ പ്രാർത്ഥനയല്ല, അവരുടെ തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ തീരുമാനത്തിന്റെ മുഖത്ത്, അവരുടെ പ്രാർത്ഥനയുടെ മുഖത്ത് എന്റെ ദൈവം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്ന് ദൈവം അവരെ കരക്കെത്തിക്കുന്നതിനായി സ്തോത്രം. ഈ ഉയർത്തിപ്പിടിച്ച കരങ്ങളെ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. കർത്താവേ, ഇനിയും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ, ദൈവിക നിയോഗങ്ങളിൽ നിന്ന് മാറിപ്പോകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഇവരെ സഹായിക്കണം. ദൈവത്തോട് വെറുപെറുത്ത, ദൈവത്തോട് മത്സരിച്ച, ദൈവത്തോട് ചോദ്യം ചെയ്ത ആ സന്ദർഭങ്ങളെ എല്ലാം കർത്താവ് ക്ഷമിച്ച് ഈ ജനത്തോട് മനസ്സറിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരുടെ ഹൃദയംഗമായ ഹൃദയംഗമായിട്ടുള്ള സമർപ്പണം സ്വർഗത്തിലെ ദൈവം സ്വീകരിക്കുകയും അംഗീകരിക്കുകയും, കർത്താവേ,
വരുത്താനിരുന്ന അനർത്ഥത്തെ ഓർത്ത് ഇന്ന് പകൽ ദൈവം അനുഭവിക്കുകയും ചെയ്യുന്നത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായി ഇപ്പോൾ അടിയന്റെ പിതാവ് വാത്സല്യ പിതാവ് പ്രാർത്ഥിച്ച യേശുവിന്റെ നാമം ദൈവിക നിയോഗത്തിലെ പരിശുദ്ധാത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രവേശിക്കും. നിയോഗത്തിൽ വിശ്വസ്തയോടെ നിൽക്കാൻ ഞങ്ങളെ സഹായിക്കും. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ദൈവം നമ്മളെ മടക്കി വരുത്തിയതോർത്ത് സ്തോത്രം ചെയ്താട്ടെ. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽപ്പാൻ ദൈവം കൃപ തരുന്നതോർത്ത് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാകും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കാവൽക്കുണ്ടായും. നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇന്ന് കൂടി വന്ന എല്ലാ ദൈവമക്കളുടെ മേലും ചാരത്തും ദൂരത്തും ഇരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരുടെ മേലും കേൾക്കപ്പെട്ട തിരുവചന സത്യങ്ങളുടെ മേലും പ്രാപിച്ച വിടുതലിന്റെ മേലും ഒരുക്കപ്പെട്ട സകല അനുഭവങ്ങളുടെ മേലും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും സ്നേഹത്തോടുള്ള വന്ദനങ്ങളെയും നന്ദിയെയും